നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. നിങ്ങൾ ഈ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ വിഷയം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞ് ഹല്ലേലൂയ സാം ചാക്കോ ഒരു മനുഷ്യനെ ഇൻ്റർവ്യൂ ചെയ്യിച്ച്, ഞാൻ അതിൻ്റെ ആദ്യത്തെ 10 മിനിറ്റേ കേട്ടിട്ടുള്ളൂ. ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് ദൈവരാജ്യത്തെക്കുറിച്ച് ആരും പ്രസംഗിക്കുന്നില്ല എന്നാണ്. ഹല്ലേലൂയ. പെന്തക്കോസ്തിൽ അത് ശരിയായിരിക്കാം. നമ്മൾ പലപ്പോഴും ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട് അല്ലേ? ദൈവരാജ്യം എന്തല്ല, നമ്മൾ ദൈവരാജ്യം എന്താണെന്ന് പറഞ്ഞാൽ ദൈവരാജ്യം ഒരു കവനൻ്റൽ റിലേഷൻഷിപ്പ് നമ്മൾ പ്രസംഗിച്ചിട്ടുണ്ട് അല്ലേ? ഒരു ഉടമ്പടിയാണ് അല്ലേ? ഒരു എന്തെന്ന് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? ദൈവരാജ്യം നമ്മൾ ഒരു ഭാര്യ ഭർത്തൃ ഒരു മാരേജ് ഉടമ്പടിയാണ് നമ്മൾ പ്രസംഗിച്ചിട്ടുണ്ടോ? ഇല്ലേ? ഉണ്ട്. ദൈവരാജ്യത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിയാണ്, അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൽ ശരിയാണ്, പെന്തക്കോസ്തിൽ ആരും ദൈവരാജ്യം പ്രസംഗിക്കുന്നില്ല. ഉണ്ടോ? ഇല്ല. അവർ ദാവീദും അബ്രഹാമും ഏലിയാക്കും ഗോലിയാത്തും പിന്നെ ഏലിയാവും അങ്ങനെയൊക്കെയുള്ളവരെയാണ് അവർ പ്രസംഗിക്കുന്നത്. എന്നാൽ നമുക്കറിയാം യേശു പ്രസംഗിച്ച ഒരു വിഷയമുള്ളൂ. എന്താ പ്രസംഗിച്ച? ദൈവരാജ്യം മാത്രമേ യേശു പ്രസംഗിച്ചുള്ളൂ അല്ലേ? ബൈബിളിൽ ഓവർ 126 ടൈംസിലാണ് യേശു ദൈവരാജ്യം പ്രസംഗിച്ചതായി കാണിക്കുന്നത്. 126 ആയിട്ട് റെക്കോർഡ് ചെയ്തേക്കുന്നു നമ്മൾ ബൈബിളിലുള്ളൂ. എന്ന് വിചാരിച്ച് യേശു 126 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അല്ല, 3.5 വർഷവും യേശു പ്രസംഗിച്ചിട്ടുള്ളത് എന്തായിരിക്കും? കിങ്ഡം ഓഫ് ഗോഡ് അല്ലെങ്കിൽ കിങ്ഡം ഓഫ് ഹെവൻ. നമുക്കറിയാം ദൈവരാജ്യത്തിൻ്റെ പ്രസംഗം ആദ്യം ആരംഭിച്ച ആരാ? യോഹന്നാൻ സ്നാപകൻ അല്ലേ? മാനസാന്തരപ്പെടുവൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പം ആ ഒരു ദൈവത്തിൻ്റെ രാജ്യവും ആ രാജ്യത്തെ ഒരു രാജാവും വരുന്നു എന്നുള്ള സന്ദേശം അറിയിക്കുകയും ദൈവരാജ്യത്തിനായി ഒരു ജനത്തെ ഒരുക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ആരുടെ ജോലി? യോഹന്നാൻ സ്നാപകന്റെ ജോലി. ഇപ്പം യോഹന്നാൻ സ്നാപകൻ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു അല്ലേ? അപ്പോൾ യോഹന്നാൻ സ്നാപകന്റെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രസംഗ രീതിയും യേശുക്രിസ്തുവിന്റെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രസംഗ രീതിയും 2 രീതിയിലായിരുന്നു അല്ലേ? ആണോ? യോഹന്നാൻ വളരെ കടുംപെട്ടുകാരനായിരുന്നു. ഒരു മര്യാദ ഇല്ലാതെയാണ് വന്ന് ദൈവരാജ്യത്തിൻ്റെ പ്രസംഗം. നമുക്കറിയാം പ്രസംഗകരെല്ലാവരും ഒരേപോലെയല്ല. വളരെ സൗമ്യമായി പ്രസംഗിക്കുന്നവരുണ്ടാവാം, കഠിനമായി പ്രസംഗിക്കുന്നവരുണ്ടാവാം, മൂർച്ചയേറിയ ഭാഷയിൽ ഉപയോഗിക്കുന്നവരുണ്ടാവാം. നമുക്കറിയാം അപ്പോസ്തലന്മാരിൽ തന്നെ വ്യത്യസ്തമായി നമുക്ക് അവരുടെ ശുശ്രൂഷയെ കാണാൻ സാധിക്കും അല്ലേ? പത്രോസ് എങ്ങനെ പ്രസംഗിക്കുന്ന ആളായിരുന്നു? പത്രോസ് മര്യാദ പ്രസംഗിക്കുന്ന ആളല്ലായിരുന്നു അല്ലേ? കർത്താവ് ഇപ്പം തീ ഇറക്കിയവനെ കത്തിച്ചേക്കട്ടെ എന്ന് ചോദിച്ചു അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞേ? അത് മാത്രമല്ല, പത്രോസിന് ദേഷ്യം വന്നാൽ പത്രോസ് വാളെടുത്ത് എന്ത് ചെയ്യും? വെട്ടു. പക്ഷേ യോഹന്നാൻ അങ്ങനെയല്ലായിരുന്നു. യോഹന്നാൻ്റെ 2 പേരും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണെങ്കിലും ഈ 2 പേരുടെയും പത്രോസ് ഒരു ഫയർ ബ്രാൻഡാണ്. പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. ദേഷ്യം വന്നാൽ പെട്ടെന്ന് ചെയ്യും. പെട്ടെന്ന് ഒരു ആവശ്യത്തിന് മുമ്പിൽ തൻ്റെ ജീവൻ അപകടമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ തള്ളി പറയാനും പത്രോസ് എന്ത് ചെയ്യും? പത്രോസിന് ഒരു മടി ഇല്ല. തള്ളി പറഞ്ഞിട്ടില്ലേ? തള്ളി പറഞ്ഞില്ലേ? പറഞ്ഞോ? ആ പറഞ്ഞു. നിങ്ങളെന്തൊന്ന് പ്രതികരിക്കാത്ത? നമ്മളിത് ജീവനുള്ളവരുമായിട്ടല്ലേ നമ്മൾ ഇടപെടുന്നത്. ഹല്ലേലൂയ. അപ്പൊ പത്രോസ് ഇഷ്ടമില്ലാത്ത കണ്ടു കഴിഞ്ഞാൽ, അല്ലെ പത്രോസിന് ആളപായം ഉണ്ടാകുന്ന കണ്ടു കഴിഞ്ഞാൽ പത്രോസ് തള്ളി പറയും. പക്ഷെ യോഹന്നാന്റെ നിലപാടുകൾ നമ്മൾ പരിശോധിച്ചാൽ യോഹന്നാൻ വളരെ സൗമ്യമായിട്ടാണ് ആരടി ഇടപെട്ടിരുന്നെന്ന് കാണാൻ സാധിക്കും. അപ്പം നമ്മൾ യോഹന്നാൻ സ്നാപകൻ, ഞാൻ പറയുന്നത് യോഹന്നാൻ സ്നാപകൻ വേറെയാണെന്ന് നിങ്ങൾ മനസ്സിൽ വെച്ചോണം. യോഹന്നാൻ സ്നാപകൻ വന്നിട്ട് പറയുന്ന എന്താണ്? വൃക്ഷങ്ങളുടെ കടയ്ക്കൽ കോടാലി വെച്ചിരിക്കുന്നു. എന്താണ്? ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടും. യോഹന്നാൻ വന്ന് ഒരു മരം വെട്ടുകാരൻ്റെ രീതിയിൽ ഒരു കോടാലിയും പിടിച്ചുകൊണ്ടാണ് വന്നത്? അല്ല. യോഹന്നാൻ പറഞ്ഞെന്താണ്? ദൈവത്തിന് ഫലം കായ്ക്കുന്നില്ലെങ്കിൽ എല്ലാത്തിനെയും വെട്ടി തീയിലിടും. ഇപ്പൊ യോഹന്നാന്റെ പ്രസംഗത്തിലെ ഒരു പ്രസംഗമുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് വെള്ളം കൊണ്ട് സ്നാനം കഴിക്കാനാണ്, എനിക്ക് പിന്നാലെ ഒരുത്തം വരുന്നുണ്ട്, അവൻ നിങ്ങൾ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനം കഴിപ്പിക്കുന്നു. ഒരു ന്യായവിധിയും കൊണ്ടല്ല ഞാൻ വന്നിരിക്കുന്നത്, പക്ഷേ ന്യായവിധിയുമായി എൻ്റെ പിന്നാലെ ഒരുത്തം വരുന്നുണ്ട്, അവനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഹല്ലേലൂയ നിങ്ങളെ എല്ലാം വെട്ടി തീയിലിടും, നശിപ്പിക്കും. നിങ്ങളെല്ലാവരും നശിക്കും. പരീശന്മാരോടും അന്നത്തെ ശാസ്ത്രിമാരോടും മതപണ്ഡിതന്മാരോടും ഒരു മയവും ധാർഷ്ട്യവും ഇല്ലാതെയാണ് പ്രസംഗിച്ചത്. അന്നത്തെ യഹൂദ മതത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ ആരാധിക്കുന്നവരും വാഗ്ദത്തങ്ങളും നിയമങ്ങളും പ്രമാണങ്ങളും ലഭിക്കപ്പെട്ടവരെന്ന നിലയിൽ വളരെയധികം അഭിമാനം കൊണ്ടിരുന്നവരായിരുന്നു യഹൂദന്മാർ. അവർക്ക് അവരുടെ ദേവാലയത്തെക്കുറിച്ച് അഭിമാനം ഉണ്ടായിരുന്നു. അവർക്ക് അവരുടെ പിതാക്കന്മാരായ മോശ തുടങ്ങി എല്ലാ അബ്രഹാം വരെയുള്ള പിതാക്കന്മാരെ കുറിച്ച് അവർക്ക് അഭിമാനമുണ്ടായിരുന്നു.
അവരുടെ പ്രവാചകന്മാരെ കുറിച്ച് അവർക്ക് അഭിമാനമുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ദൈവത്തെക്കുറിച്ച് എരിവുണ്ട്, പക്ഷേ അത് വേണ്ട വിധത്തിലുള്ള എരിവല്ല. അവർക്ക് തീഷ്ണതയുണ്ട്, പക്ഷേ അത് കേവലം പ്രകടനം മാത്രമാണ്. അന്തരംഗത്തിൽ അകത്ത് ഇല്ലാത്ത പുറത്തുള്ള ആരാധനയും പുറത്തുള്ള കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്, അല്ലേ? നിങ്ങൾ നാവ് കൊണ്ട് നിങ്ങൾ വളരെ മൃദുലമായി സംസാരിക്കും, നിങ്ങളുടെ ഹൃദയമോ ദൈവത്തിൽ നിന്ന് അകന്നേറി ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു തലമുറയുടെ അടുക്കലേക്കാണ് കർത്താവ് നിശ്ചയിക്കപ്പെട്ട സമയത്ത് നമ്മൾ വായിച്ചതുപോലെ കാലസമ്പൂർണത വന്നപ്പോൾ അവൻ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൻ വന്നിട്ട് പ്രസംഗിക്കുകയാണ്. കർത്താവ് യോഹന്നാൻ എപ്പോഴാണ് കർത്താവ് ദൈവരാജ്യം പ്രസംഗിച്ചു തുടങ്ങിയത്? മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് 4-ാമത്തെ അധ്യായം അതിൻ്റെ 12 മുതൽ 17 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിച്ചു പോകാം. മത്തായി 4:12-17. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറെ അവൻ ഗലീലയിലേക്ക് വാങ്ങിപ്പോയി. നസ്രത്ത് വിട്ട് സെബൂലൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കഫർന്നഹൂമിൽ ചെന്നു പാർത്തു. സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാനക്കരയുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇടവന്നു. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. ഒന്ന്, യോഹന്നാൻ ദൈവരാജ്യം പ്രസംഗിച്ചു. യോഹന്നാൻ തടവിലാക്കപ്പെട്ടപ്പോൾ അതേ പ്രസംഗമായിട്ട് ആര് വരികയാണ്? കർത്താവായ യേശുക്രിസ്തു വരികയാണ്. 3.5 സംവത്സര കാലം കർത്താവിന് ഒരു പ്രസംഗ വിഷയമേ ഉള്ളൂ, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കും. ആ ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവ് ഒരുപാട് ഉപമകൾ സംസാരിച്ചു, അല്ലേ? കടുകുമണിയുടെ ഉപമ പറഞ്ഞു, വയലിൻ്റെ ഉപമ പറഞ്ഞു, വിത്തിൻ്റെ ഉപമ പറഞ്ഞു, പിന്നെ എല്ലാത്തരം മീനുകളിൽ നിന്നും ശേഖരിക്കുന്ന ഒരു ഫിഷർമാനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു മീൻപിടുത്തക്കാരനെ കുറിച്ച് പറഞ്ഞു, വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധിയെക്കുറിച്ച് പറഞ്ഞു, അങ്ങനെ മുന്തിരിയെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ഉപമകളിലൂടെ ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവ് പ്രസംഗിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവിൻ്റെ ദൈവരാജ്യ പ്രസംഗം കേവലം പ്രസംഗം മാത്രമല്ലായിരുന്നു. പ്രസംഗത്തോടൊപ്പം അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വലിയ ഒരു അകമ്പടി ഉണ്ടായിരുന്നു. എന്നാൽ ഈ അകമ്പടിയായി വന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും മാത്രം ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ മാത്രം അതിനെ പിൻപറ്റുന്ന ഒരു വലിയ ജനതയായി മാത്രം അന്നത്തെ ഓഡിയൻസ് മാറി. അവർക്ക് ആവശ്യം യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ സൗഖ്യം കിട്ടും, യേശുവിൻ്റെ അടുക്കൽ നിന്നാൽ കണ്ണ് കാണാത്തവർക്ക് കാണാം, കാത് കേൾക്കാത്തവർക്ക് കേൾക്കാം, മുടന്തന്മാർക്ക് നടക്കാം, ചെകിടന്മാർക്ക് കേൾക്കാം, വിശപ്പൊക്കുന്നുണ്ടെങ്കിൽ ആഹാരം കഴിക്കാം എന്നിങ്ങനെ കാര്യങ്ങളല്ലാതെ ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും? ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും തിരുവെഴുത്തിൽ പറയപ്പെട്ടിരിക്കുന്ന മെസ്സിഹ ഇവനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു അടയാളങ്ങൾ. ഹല്ലേലൂയ. എന്നാൽ ജനം എന്ത് ചെയ്തു? മെസ്സിഹയിലേക്ക് നോക്കുന്നതിന് പകരം ജനം എല്ലായ്പ്പോഴും എന്ത് ചെയ്തു? അടയാളങ്ങളിലേക്കും അത്ഭുതങ്ങളിലേക്കും നോക്കും. ഇന്നും ഒരുവിധപ്പെട്ട സാമാന്യ ജനങ്ങൾക്ക് ആവശ്യം അടയാളങ്ങളും അത്ഭുതങ്ങൾ. അതിനപ്പുറത്തേക്ക് അത്ഭുതങ്ങൾ അകമ്പടി സേവിക്കുന്ന ഒരുവനെ കുറിച്ച് പറയാനും കേൾക്കാനും മനസ്സിലാക്കാനും ആളുകൾക്ക് നേരമില്ല. അപ്പം അങ്ങനെയുള്ളൊരു തലമുറ ഇന്നും നമ്മുടെ ഭൂമിയിൽ സംജാതമായിരിക്കുക. അപ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ച് അനവധി തിരുവെഴുത്തുകൾ നമുക്ക് ബൈബിൾ കാണാമെങ്കിലും യേശു പഠിപ്പിച്ചതും അപ്പോസ്തലന്മാർ പറഞ്ഞതുമായ ചില കാര്യങ്ങളെ മാത്രം മുൻനിർത്തിക്കൊണ്ട് ഇന്ന് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നില്ല. ദൈവം അനുവദിച്ചെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ മറ്റ് ആസ്പെക്റ്റുകളെ കുറിച്ച് അടുത്ത ആഴ്ചകളിൽ നമുക്ക് സംസാരിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവരാജ്യം അദ്ദേഹം പ്രസംഗിക്കുന്നു, വ്യത്യസ്തമായി പ്രസംഗിക്കുന്നു. ഞാൻ മുഴുവൻ കേട്ടില്ല. പക്ഷെ ദൈവരാജ്യം പ്രസംഗിക്കുന്ന ഒരാൾക്ക് പെന്തക്കോസ്തിൽ നിന്നുകൊണ്ട് ദൈവരാജ്യം പ്രസംഗിക്കാൻ കഴിയില്ല. പറ്റുമോ? ഇല്ല. ദൈവരാജ്യം പ്രസംഗിക്കണമെങ്കിൽ യേശു എന്ന ഏക രാജാവോ ഏക കർത്താവോ ഏക ദൈവത്തെ മനസ്സിലാക്കിയവനും മാത്രമേ ദൈവരാജ്യം പ്രസംഗിക്കാൻ കഴിയുള്ളൂ. പ്രസംഗിക്കാൻ വേണമെങ്കിൽ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കാം എന്ന് പറയും. അപ്പം മറ്റേ ആ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് മീറ്റിംഗ് ചെയ്യുന്ന ആൾക്ക് പറയാം,
ഈ പ്രസംഗം അലടിയ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ മറ്റു വിഷയങ്ങൾ ഉണ്ടാവത്തില്ല. ശരിയാണ്, വിഷയങ്ങളുണ്ടാവത്തില്ല. പക്ഷേ ദൈവരാജ്യം പ്രസംഗിക്കണമെങ്കിൽ നമ്മൾ ആ രാജ്യത്തിൻ്റെ ഒരു അനുഭവം നമ്മൾക്ക് മുന്നേ ലഭിക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ ദേശം ഒറ്റുനോക്കുവാൻ ചാരന്മാരെ അയച്ചപ്പോൾ അവർ ദേശം ഒറ്റുനോക്കി മടങ്ങി വരുമ്പോൾ അവരെന്ത് കൊണ്ടുവന്നു? അവിടുത്തെ ഫലങ്ങൾ കൊണ്ടുവന്നു. തണ്ടിന്മേൽ വെച്ച് കെട്ടിയ മുന്തിരിക്കുലകളും ഒക്കെ അവിടെ കൊണ്ടുവന്ന് അവരെന്ത് ചെയ്തു? അവര് അക്കരയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അവർ ചെന്ന് ചേരുന്ന രാജ്യത്തിന്റെ ഫലം ഇവിടെ എന്ത് ചെയ്തു? ടേസ്റ്റ് ചെയ്തു, അല്ലേ? അപ്പൊ അവർക്കൊരു കാര്യം, ഇപ്പുറത്ത് സ്പൈസായി പോയവർ അല്ലെങ്കിൽ ചാരന്മാരായി പോയവർ, ഒറ്റുനോക്കാൻ പോയവർ കൊണ്ടുവന്ന സാധനങ്ങൾ പാലും തേനും ഒഴുകുന്ന സമൃദ്ധിയുള്ള ദേശമാണ് എന്നവർ കേട്ടിട്ടുള്ളതല്ലാതെ ആ ദേശം അങ്ങനെ തന്നെ എന്നുള്ളത് അവർക്ക് എന്ത് ചെയ്തു? അവരുടെ നാവ് കൊണ്ട് അവരെ രുചിച്ചറിഞ്ഞു. അപ്പം നമുക്കും ഈ ലോകത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവരാജ്യത്തെ പൂർണ്ണമായി അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവരാജ്യത്തിന്റെ സന്തോഷം നമ്മൾ എന്ത് ചെയ്യണം? അനുഭവിച്ചറിയണ്ടേ? അല്ലെ? നമ്മൾ ആരെങ്കിലും പറയാണ് ദൈവരാജ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ നീ ചുമ്മാ പറയാതെ ദൈവരാജ്യം അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല, അതൊക്കെ ചുമ്മാ ബൈബിൾ പറയുന്നു എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവിച്ചവൻ പറയും ദൈവരാജ്യം ഉണ്ടെന്ന് പറയും, അല്ലേ? അതൊരു വാസ്തവമാണ്. കാരണം ഇവിടെ ഞാൻ അതിൻ്റെ ഒരു ഫോർടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു കറി അല്ലെങ്കിൽ ഒരു നല്ല രുചികരമായ ഒരു ഭക്ഷണം ഉണ്ടാക്കിയെങ്കിൽ നമ്മൾ ആ ഭക്ഷണം മുഴുവൻ, ആ ഉണ്ടാക്കിയ കറി മുഴുവൻ കഴിക്കണം അതിൻ്റെ ടേസ്റ്റ് അറിയാൻ. വേണ്ട, അതിൽ നിന്നൊരു ശകലം മാത്രം എടുത്ത് കഴിച്ചാൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാം. അതേപോലെയാണ് ദൈവഭക്തന്മാർക്ക് ക്രിസ്തുവിൽ വിശ്വാസവും പ്രത്യാശയും അർപ്പിച്ച് മനം തിരിഞ്ഞ് ഒരു ദൈവരാജ്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവം ഇവിടെ വെച്ച് തന്നെ അതിൻ്റെ ഒരു ഫോർടേസ്റ്റ് ചെയ്യാനുള്ള, മുന്നേ പോയി ചെന്ന് ചേരാൻ ചെയ്യുന്ന ദേശത്തെ അനുഭവം നമുക്കിവിടെ അനുഭവിക്കാൻ കഴിയണം. ഹല്ലേലൂയ. നമുക്ക് കുറിവാക്യമായിട്ട് റോമർക്ക് എഴുതിയ ലേഖനം 14-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം വായിക്കാം. 17. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. മതി. ഇപ്പൊ ദൈവരാജ്യത്തെ കുറിച്ച് നമുക്കറിയാം. അപ്പോസ്തലന്മാരുടെ പ്രസംഗത്തിൽ നമുക്ക് ദൈവരാജ്യം യേശു പ്രസംഗിച്ച തരത്തിൽ വലിയൊരു പ്രസംഗ വിഷയമായിട്ട് എടുത്തിട്ടില്ല. പക്ഷേ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ അവർ ഓൾറെഡി ദൈവരാജ്യത്തിൽ എൻ്റർ ആയിരുന്നു. ആമേൻ. അപ്പൊ ആ ദൈവരാജ്യത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പൗലോസ് പറയുകയാണ് ദൈവരാജ്യം എന്തല്ല? ഭക്ഷണവും പാനീയവും അല്ല. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്നത് നമുക്കറിയാം, ഭക്ഷണവും പാനീയത്തിൻ്റെയും വലിയൊരു, ഇന്നലെ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. വളരെ വിഭവസമൃദ്ധമായ കല്യാണം. ഡെസേർട്ട്, ഒരുപാട് ഐറ്റങ്ങളിലുള്ള മധുര ഐസ്ക്രീം പോലുള്ള സാധനങ്ങൾ, പിന്നെ ഫ്രൂട്ട്സിൻ്റെ ഒരു വലിയൊരു കളക്ഷൻ, പിന്നെ അത്തരം കാര്യങ്ങൾ ഞാൻ നോക്കിയില്ല, മിക്സ് ചെയ്ത ഒരു വശം, ചായയുടെ വേറൊരു കളക്ഷൻ, പിന്നെ സ്നാക്സിൻ്റെ വേറൊരു കളക്ഷൻ, ബിരിയാണി, മട്ടൺ ബിരിയാണി, പിന്നെ ചിക്കൻ, ചോറ്, അങ്ങനെ വേണ്ടവർക്ക് അതിന് വേണ്ടി എല്ലാ ഡിഷുകളും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പം അവിടെ ഒരു ഇവൻ്റ് നടക്കുക. എന്താ നടക്കുന്നേ? ഒരു പുരുഷൻ, ഒരു യുവാവിൻ്റെ, ഒരു യുവതിയുടെ കല്യാണം. അപ്പം അതിൻ്റെ സന്തോഷത്തിലേക്ക് വിളിക്കപ്പെട്ടവർക്ക് അവിടെ പലവിധമായ പാനീയങ്ങളുണ്ട്, പലവിധമായ ഭക്ഷണങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്, ഐസ്ക്രീം തുടങ്ങിയ കാര്യങ്ങളുണ്ട്. കണ്ണിന് ആനന്ദം നൽകുന്ന, അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം നൽകുന്ന എൻ്റർടൈൻമെൻറ്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനൊന്നും ഭാഗമായിട്ട് നിന്നില്ല എന്നൊരു കാര്യം ആദ്യം തന്നെ പറയട്ടെ. അപ്പം എന്നാൽ ദൈവവചന, അതൊരു വിവാഹം നടന്നേ. എന്നാൽ ദൈവവചനപ്രകാരമുള്ള വിവാഹങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഇത് രണ്ടും തമ്മിൽ, ഭക്ഷണവും പാനീയം അവിടെ ഉണ്ട്, ഓരോരുത്തരുടെ ആസ്തിക്കും അല്ലെങ്കിൽ സൗകര്യത്തിനും അനുസരിച്ച് അത് ഉണ്ടാവാറുണ്ട്. പക്ഷെ അവിടെ എന്തുണ്ടാവും? അവിടെ എല്ലാം ദൈവവചനത്തിൻ്റെ ഒരു ബൗണ്ടറിക്കുള്ളിലായിരിക്കും. ഹല്ലേലൂയ. ശുശ്രൂഷയാകട്ടെ, ആളുകൾ ഇരിക്കുന്നതാകട്ടെ, പങ്കെടുക്കുന്ന ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെല്ലാവരും ആരായിരിക്കും? ദൈവവചനത്തിലുള്ളവരായിരിക്കും ഭൂരിഭാഗം ആളുകൾ. മറ്റുള്ളവരെ വിളിച്ചാൽ ക്ഷണിക്കുമെങ്കിലും അതിനാൽ തന്നെ അത് ദൈവവചനത്തിൻ്റെ ഒരു വേദിയായിരിക്കും. അവിടെയും സന്തോഷവും ആനന്ദമുണ്ട്, ഇവിടെയും സന്തോഷമാണ്. ഇത് രണ്ടും രണ്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ദൈവരാജ്യം എന്ന് വെച്ചാൽ അത് ഭക്ഷണവും പാനീയമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ശരീരത്തിനെ സന്തോഷിപ്പിക്കുന്ന, നമ്മളെ ആനന്ദിപ്പിക്കുന്ന, നമ്മുടെ കണ്ണുകളെ ആനന്ദിപ്പിക്കുന്ന
ഒരു കാര്യമല്ല എന്ത്? ദൈവരാജ്യം. പിന്നെ എന്താണ് ദൈവരാജ്യം എന്ന് പറയുമ്പോൾ അല്ല എന്ന് പറഞ്ഞതിന് ശേഷം പൗലോസ് പറയുകയാണ് പിന്നെ എന്താണത്? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും. എന്താണ് നീതി? ഹല്ലേലൂയ. ഇപ്പൊ ദൈവരാജ്യത്തിലേക്ക് നമുക്കൊരു വ്യക്തിക്ക് പ്രവേശിക്കണമെങ്കിൽ അവിടെ ഒരു നീതീകരണം നടക്കണം. എന്താ ദൈവത്തിന്റെ നീതി? ദൈവത്തിന്റെ നിയമം പറയാണ്, ദ ലോ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നിയമം പറയാണ് പാപത്തിന്റെ ശമ്പളം മരണം. അപ്പം ദൈവത്തിന് പാപത്തിന്റെ ശമ്പളം മരണമാണ് എന്ന് പറഞ്ഞ് പാപിയായ മനുഷ്യന് ശിക്ഷ മരണമാണെങ്കിൽ ദൈവത്തിന് ആ മരണത്തെ ഒഴിവാക്കി കൊടുത്തുകൊണ്ട് നമുക്ക് നീതിയിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയോ? കാരണം ദൈവം നീതിമാനായതുകൊണ്ട് ദൈവം പറഞ്ഞ വാക്കിനെ അത് ഞാൻ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഈ മനുഷ്യന്റെ ദുഃഖവും വേദനയും കണ്ടിട്ട് ഞാൻ എൻ്റെ വാക്ക് ഞാൻ മാറ്റുക എന്ന് ദൈവത്തിന് പറയാൻ കഴിയുമോ? ഇല്ല. അപ്പൊ ദൈവത്തിന് എന്ത് ചെയ്യണം? ദൈവം എന്ത് ചെയ്യണം? നിവർത്തിക്കണം. ഞാനോ നിങ്ങളോ അത് നിവർത്തിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കതിന് ശേഷി ഇല്ല. അപ്പൊ ദൈവം എന്ത് ചെയ്യണം? ആ നീതി ദൈവം നിവർത്തിക്കണ്ടേ? അപ്പൊ ദൈവത്തിന് എന്നെ നീതീകരിക്കാൻ ഞാൻ ദൈവരാജ്യത്തിൽ പോകണമെങ്കിൽ ഞാൻ ഈ ദൈവത്തിന്റെ നീതി പ്രകാരമുള്ള ശിക്ഷ ഞാൻ ഏറ്റെടുക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ മരിക്കും. ഹല്ലേലൂയ. കാരണം ഞാൻ ഓൾറെഡി ആ മരണത്തിന്റെ കീഴിലാണ് വന്നേക്കുന്നത്, അല്ലേ? അതുകൊണ്ടാണല്ലോ മരണത്തിന് അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ തോൽപ്പിച്ചു. നമ്മളെല്ലാം ജീവപര്യന്ത മരണ ഭീതിയിലാണ്. അപ്പൊ ജീവപര്യന്ത മരണഭീതിയിലുള്ള മനുഷ്യവർഗത്തെ ആ മരണത്തിന് കീഴിലാണ് നമ്മൾ വന്നത്. നമ്മളെ ആത്യന്തികമായ യാത്ര ഈ ഭൂമിയിൽ നമ്മൾ മരിച്ച് മണ്ണടിഞ്ഞു പോയാലും നമ്മൾ ഈ ആദാമ്യ പാപത്തിന്റെ ശിക്ഷ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ശിക്ഷാവിധിയുടെ നാളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? വിളിച്ചു കൊണ്ടുവരും. അങ്ങനെ നമ്മൾ വരാതിരിക്കണമെങ്കിൽ ദൈവത്തിന് നീതി നിവർത്തിക്കണം. പക്ഷെ എൻ്റെ മേൽ ദൈവത്തിന്റെ നീതി ദൈവം നിവർത്തിച്ചാൽ ഞാൻ തീർന്നു. അപ്പൊ ദൈവത്തിന് ആ നീതി എന്ത് ചെയ്യണം? തൻ്റെ മേൽ നിവർത്തിക്കണം. ഹല്ലേലൂയ. താൻ തന്നെ എന്തായി തീരണം? ഈ ദൈവത്തിന്റെ നീതി നിവർത്തിക്കുന്ന പാത്രമായി തീരണം. അതിന് ദൈവത്തിന് രണ്ടാമനെ അയച്ച് ദൈവം ഒരു നീതീകരണം നടത്തിയാൽ ദുഷ്ടനാണോ ദൈവം? ദൈവം ദുഷ്ടനല്ല. പക്ഷെ ദൈവം മനുഷ്യർ പാപം ചെയ്ത ആരോടാ? ദൈവത്തോടാ, അല്ലെ? സങ്കീർത്തനം 49:7 പറയുകയാണ്. എന്ത് 47 പറയുന്നത്? സഹോദരനെ രക്ഷിക്കാനോ അല്ലെങ്കിൽ മറുവില കൊടുക്കാനോ ഒരു മനുഷ്യനും കഴിയില്ല എന്നവിടെ പറയുന്നല്ലേ? വാക്യം ഇങ്ങനെയാണ്. ഹല്ലേലൂയ. വീണ്ടെടുപ്പാൻ ഒരുവനും കഴിയില്ല. അപ്പൊ ആർക്കും ഒരുവനെ വീണ്ടെടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവം പറയുകയാണ്, എടാ മോനെ നീ പോയി അവർക്ക് വേണ്ടി മരിക്കാൻ പറഞ്ഞാൽ അതെന്ത് നീതിയാ? എന്നാ പിന്നെ എല്ലാവർക്കും വേണ്ടി ഒരുത്തനെ ഈ കുറ്റമെല്ലാം ആരോപിച്ച് ഒരു മനുഷ്യനെ തന്നെ കൊന്നാ പോരാഞ്ഞു. ആദമിനെ ആലടിയ കൊന്നു കളഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ദൈവം ചെയ്തത്, ദൈവം തൻ്റെ പുത്രനെ അയച്ചു എന്ന് ബൈബിളിൽ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ കൂട്ടായ്മയിലുള്ള ഒരാളെ ദൈവം അയച്ച് ഈ ശിക്ഷ ആ ദേഹത്തേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നീതിമാനാണോ? അല്ല. അപ്പൊ ദൈവം ചെയ്തത് നമ്മൾ ചെയ്യുന്നൊരു പരിപാടി തന്നെയാണ് ചെയ്തത്. അപ്പൊ ദൈവത്തിന് എന്ത് ചെയ്യണം? നമ്മിൽ ഒരുവനായി ജനിക്കണം, അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് മക്കൾ ജഡരക്തങ്ങൾ ആകെ കൊണ്ട് അവനും ജഡരക്തങ്ങളോടുകൂടെ. ആരാണ് അവൻ? അപ്പൻ. അപ്പനും. അപ്പൊ നാളുകൾ ചോദിക്കുന്നുണ്ട്, അപ്പൻ വന്ന് മരിച്ചെങ്കിൽ പിന്നെ അപ്പൻ എവിടെ? അപ്പൻ ജഡരക്തങ്ങളിലായി എന്ന് വെച്ചാൽ അപ്പൻ ഇല്ലാതെയായി എന്നല്ല. അപ്പൻ എന്നെയും നിങ്ങളെയും പോലെ ഒരു ജഡവും രക്തത്തിലേക്കും തന്നെ ചുരുക്കി. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി മരണം ആസ്വദിക്കേണ്ടതിന് അവൻ ഒരു മനുഷ്യ ജഡം സ്വീകരിക്കുവാൻ തീരുമാനിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ തീരുമാനം പോലും നമുക്കറിയാം. മനുഷ്യൻ വീണ ഉടനെ തന്നെ ദൈവം തീരുമാനിച്ചു സ്ത്രീയുടെ സന്തതി ഹല്ലേലൂയ വരും എന്നുള്ളത്. അപ്പോൾ ദൈവത്തിന്റെ നീതി എന്നുള്ളത് എനിക്ക് പകരമായി ദൈവം ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക. ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് ആരെങ്കിലും എനിക്ക് പകരമായി ബലിയർപ്പിക്കുക എന്നുള്ളതല്ല. താൻ തന്നെ ഒരു ശരീരത്തിൽ വന്ന് ശരീരത്തിൽ മരിച്ചുപോയവരെ, ജഡസംബന്ധമായി മരിച്ചുപോയവരെ വീണ്ടെടുക്കേണ്ടതിന് ദൈവം ഒരു ജഡം ധരിച്ചു വരിക. അല്ലെങ്കിൽ വചനം, ദൈവത്തിന്റെ വചനം എന്ന് വെച്ചാൽ ദൈവം വചനം മാംസമായി ഒരു ജഡമായി വന്ന് നമ്മുടെ ശിക്ഷ നമുക്ക് സമാനമായ ഒരു ശരീരത്തിൽ പാപം ഇല്ല എന്നുള്ളത് ഒഴിച്ചാൽ പുരുഷന്റെയോ സ്ത്രീയുടെയോ സംസർഗം കൂടാതെ ജനിച്ച് വചനം മാംസമായ എന്നാൽ എല്ലാത്തിലും നമുക്ക് സമനായവൻ തൻ്റെ ജീവരക്തം നമുക്ക് വേണ്ടി അർപ്പിച്ച് നമ്മെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പദ്ധതി.
അതുകൊണ്ടാണ് നീതിയും പിന്നെ സമാധാനം പിന്നെ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും. ഇപ്പൊ എന്താണ് നമ്മൾ ഒന്നാമത് കണ്ടു? ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമുക്ക് വേണ്ടി ഒരുവൻ നീതിയായി മാറണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും വായിക്കാറുള്ള വചനം നമ്മൾ എവിടെ സഞ്ചരിച്ചു വന്നാലും എല്ലാ പ്രസംഗങ്ങളും എല്ലാ വാക്യങ്ങളും കയറി വരും. അതുകൊണ്ടാണ് പാപം അറിയാത്തവനെ നാം ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപം ആക്കി. അപ്പൊ പാപം എന്തെന്ന് അറിയാത്തവൻ, നമ്മളെല്ലാം പാപം എന്തെന്ന് അറിഞ്ഞു വന്നവരാ. നമ്മൾ പാപം എന്താണെന്നോ ശരി തെറ്റുകൾ എന്താണെന്നോ അറിയുന്നതിന് മുമ്പ് തന്നെ നമ്മളിൽ എന്തുണ്ട്? പാപമുണ്ട്. കാരണം നമ്മൾ പാപത്തിൽ, പറയുന്നത് ഞാൻ പാപത്തിൽ ഉരുവായി, പാപത്തിലാണ് അമ്മ എന്നെ പ്രസവിച്ചു. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഉരുവാക്കപ്പെട്ടത് പോലും പാപത്തിലാണ്. അങ്ങനെ നമ്മൾ പാപികളായി പാപത്തിൽ ഉരുവാക്കപ്പെട്ട് അൾട്ടിമേറ്റ്ലി പാപത്തിന്റെ ശിക്ഷയായ മരണം വരിക്കുവാൻ നിയോഗിക്കപ്പെട്ട് ലോകത്തിലേക്ക് വന്നവരാ. ഞാനോ നിങ്ങളോ അറിയാതെ തന്നെ പാപത്തിന്റെ ശിക്ഷ, ആദാമ്യ വംശത്തിന്റെ പാപത്തിന്റെ ശിക്ഷ വഹിക്കേണ്ടവരാ. അതുകൊണ്ടാണ് ഇതിനെ ഒരു ഉടമ്പടി എന്ന് പറയുന്നത്. നമുക്കറിയാം രക്ഷയെക്കുറിച്ച് പറയുന്നത് സാൽവേഷൻ ഈസ് എ കവനന്റൽ റിലേഷൻഷിപ്പ്. രക്ഷ എന്ന് പറയുന്നത് ഉടമ്പടി പ്രകാരമുള്ള ഒരു ബന്ധമാണ്. അതുകൊണ്ടാണ് ഉടമ്പടി എന്ന് പറയുക. കാരണം ആദാം പാപം ചെയ്തതിന് ഞാൻ എന്തിനാ ശിക്ഷ അനുഭവിക്കേണ്ടെന്ന് ചോദിക്കത്തില്ലേ? അയാളല്ലേ പാപം ഞാൻ എന്ത് ചെയ്തു? പക്ഷേ ആദാമിന്റെ പാപം ഒരു തലമുറയായിട്ട് ഒരു ഉടമ്പടി, ഒരു കവനന്റ്, ഒരു എന്താണ്, നമുക്കൊരു വംശാവലി ഉണ്ട് അല്ലേ? ജഡം സംബന്ധിച്ച് നമ്മുടെ എല്ലാവരുടെയും പിതാവ് ആരാണ്? ആദാമാണ് അല്ലേ? ജഡം സംബന്ധിച്ച്. അപ്പം ആ ജഡത്തിൽ ആദാം പാപം ചെയ്തപ്പോൾ ആദാമ്യ വംശത്തിലുള്ള നമുക്കെല്ലാവർക്കും രക്തം സംബന്ധിച്ച് പാപമുണ്ട്. ഹല്ലേലൂയ. ആ പാപത്തെ വിടുവിച്ച് നമ്മൾ ദൈവവും നമ്മളും തമ്മിൽ ആ ഒന്നാകുന്ന ഒരവസ്ഥയിലേക്ക്, അപ്പനും മകനും തമ്മിൽ വീണ്ടും ആ റീയൂണിയൻ, വീണ്ടും പുനരൈക്യത്തിലേക്ക് വരണമെങ്കിൽ എന്ത് സംഭവിക്കണം? എൻ്റെ പാപത്തിന്റെ ശിക്ഷ ദൈവം തന്നെ വഹിച്ച് എന്നെ അവനോട് ചേർക്കണം. അതാണ് ദൈവത്തിന്റെ നീതി. രണ്ടാമത്തെ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് നമുക്ക് എന്താണ്? നീതിയും സമാധാനവും. എന്താ സമാധാനം? റോമർ 5:1 പറയുകയാണ്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം. ആമേൻ. ഹല്ലേലൂയ. അവിടെ പറയണം we have peace with God. ആരോടാ പറയുന്നത്? റോമിലുള്ള വിശുദ്ധ സഭയോട് പറയുകയാണ്. യേശുക്രിസ്തുവിന്റെ രക്തം സംബന്ധിച്ച്, കാൽവരി ബലി സംബന്ധിച്ച്, മരിച്ചിട്ട് ഉയർക്കപ്പെട്ട പാപ സംബന്ധിച്ച് മരിച്ചിട്ട് ഉയർക്കപ്പെട്ട വിശുദ്ധന്മാരോട് വിശുദ്ധ പൗലോസ് പറയുകയാണ്. എന്താ പറയുന്നേ? വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടു. എന്ത് വിശ്വാസം? എൻ്റെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് പകരമായി കാൽവരിയിൽ മരിച്ചതുകൊണ്ട് ഞാൻ നീതീകരണം പ്രാപിച്ചിരിക്കുന്നു. കാരണം നീതീകരണത്തിന് എൻ്റെ പ്രവൃത്തി കാരണമല്ല. എനിക്ക് കഴിയില്ല നീതീകരിക്കപ്പെടുവാൻ. ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ചുടുവാൻ ഏൽപ്പിച്ചാലും, ഞാൻ ദാനധർമ്മങ്ങളെ ചെയ്താലും, ഞാൻ തീർത്ഥയാത്ര നടത്തിയാലും, എൻ്റെ ജീവിതം ഞാൻ മുഴുവനും സമൂഹത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടിയോ എന്ന് പറഞ്ഞ് ജീവിച്ചാലും എനിക്ക് നീതീകരണം ലഭിക്കത്തില്ല. നീതീകരിക്കുന്നവൻ ദൈവം എന്ന ബൈബിൾ പറയുന്നല്ലേ? ശിക്ഷ വിധിക്കുന്നത് ദൈവം, നീതീകരിക്കുന്നത് ദൈവം. ഹല്ലേലൂയ. അപ്പൊ ആ നീതീകരിക്കുന്ന ദൈവം എനിക്കും നിങ്ങൾക്ക് വേണ്ടി നീതീകരണമായപ്പോൾ, ഞാനത് വിശ്വസിച്ചപ്പോൾ എനിക്ക് എന്ത് ലഭിച്ചു? ദൈവത്തോട് നീതീകരണം ലഭിച്ചു. ഹല്ലേലൂയ. എന്താണ് നീതീകരണം? ജസ്റ്റിഫിക്കേഷൻ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ ആളുകൾ ചോദിക്കും, നീ വല്ലാതെ അവനെ ന്യായീകരിക്കേണ്ട നമ്മൾ പറയല്ലേ? ഇല്ലേ? കേട്ടിട്ടുണ്ടോ? അവനെ ന്യായീകരിക്കേണ്ട, നീതീകരിക്കേണ്ടത് പറയും. അപ്പൊ ജസ്റ്റിഫിക്കേഷൻ എന്ന വാക്കിന്റെ ബിബ്ലിക്കൽ മീനിങ് എന്ന് വെച്ചാൽ എന്താ പറയുന്നത്? അവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലും, നീ ഇങ്ങനെ പറഞ്ഞാലും, നീ ചുറ്റും നിൽക്കുന്നവരൊക്കെ പറഞ്ഞാലും അവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. ഹല്ലേലൂയ. ഇത് ദൈവം തൻ്റെ പ്രിയപ്പെട്ടവരോട്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, ദൈവത്തിൻ്റെ ഹിതമാണ് നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മളെ ബൈബിള് വിശുദ്ധന്മാരെന്ന് അഭിസംബോധന ചെയ്യുന്നത്. ഹല്ലേലൂയ. അല്പമാത്ര വിശുദ്ധന്മാരെന്നല്ല. ദൈവത്തിൻ്റെ കണ്ണിൽ നമുക്ക് ബലഹീനതകളുണ്ട്, ജഡത്താലുള്ള ബലഹീനതകൾ ഉണ്ടെങ്കിലും ദൈവം നമ്മെ വിശുദ്ധന്മാരുടെ ഗണത്തിൽപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ടാണ്. നാം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതുകൊണ്ട് നമുക്ക് ദൈവത്തോട് എന്തുണ്ട്? സമാധാനം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ
അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല. ദൈവരാജ്യത്തിൽ ഒരു വ്യക്തി പ്രവേശിക്കുന്നത് തന്നെ നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ നീതീകരണ ബലി, ആ നീതീകരണ ബലിയിൽ വിശ്വസിക്കുക എന്നുള്ള ഒരൊറ്റ കൃപ, ദൈവം നമുക്ക് നൽകിയ കൃപ നമ്മൾ സ്വീകരിക്കുക എന്നൊരൊറ്റ കാര്യം നമ്മൾ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, ഒരു രൂപ മുടക്കിയിട്ടില്ല, ഒരു തീർത്ഥാടനം ചെയ്തിട്ടില്ല. രക്ഷയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ ആ നാമം പറഞ്ഞ് നമ്മൾ ഒരാൾക്ക് 10 രൂപ കൊടുത്തിട്ടില്ല. ആമേൻ. കാരണം ഇങ്ങനെയൊന്നും രക്ഷ ലഭിക്കത്തില്ല. പിന്നെന്താണ്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് എന്തുണ്ട്? സമാധാനമുണ്ട്. അപ്പൊ ദൈവരാജ്യത്തിൽ 1 നീതീകരണമുണ്ട്, 2 ദൈവരാജ്യത്തിൽ സമാധാനമുണ്ട്, 3 പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. ഹല്ലേലൂയ. അപ്പം നമുക്കറിയാം, ഇത് വ്യക്തിപരമായ ഒരു സന്തോഷമല്ല. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഹല്ലേലൂയ. നമുക്ക് അതൊരു സന്തോഷം സഭയ്ക്കുണ്ടാകുന്ന, അല്ലെ ഒരു വ്യക്തിക്കുണ്ടാകുന്ന മാനസാന്തരം. നമ്മുടെ കുടുംബത്തിലൊരു വ്യക്തി ജീവനുള്ള ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ നാം അനുഭവിക്കുന്ന സന്തോഷം. ഹല്ലേലൂയ. നമുക്ക് അതിനുവേണ്ടി ചില കാര്യങ്ങളൊന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 13:3 13:52 വായിക്കാം. 3:13-52. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. 3 52 വായിച്ചു. ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു. ഇപ്പോ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇപ്പോ ദൈവവചനം സംബന്ധിച്ച് ദൈവവചനം എല്ലായിടത്തും പൗലോസിന്റെയും ബർണബാസിന്റെയും ശുശ്രൂഷയിൽ ഉണ്ടായി. പക്ഷേ അവിടെ വലിയൊരു ഉപദ്രവം ഉണ്ടാക്കി അവരെ എന്ത് ചെയ്തു? അവരുടെ അതിരിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. എന്നാൽ അവരെ എന്ത് ചെയ്തു? ദൈവരാജ്യം നിമിത്തം തിരസ്കരിക്കപ്പെട്ടപ്പോഴും തള്ളിക്കളയപ്പെട്ടപ്പോഴും അവര് എന്ത് ചെയ്തു? അവരുടെ നേരെ തള്ളിക്കളഞ്ഞവരുടെ നേരെ പൊടി തട്ടിക്കളഞ്ഞിട്ട്, കാലിലെ പൊടി തട്ടിക്കളഞ്ഞ് ഇക്കൊന്നിലേക്ക് പോയി. ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു. എന്താണ് പരിശുദ്ധാത്മാവുള്ള സന്തോഷം? ലോകം നമ്മെ തിരസ്കരിക്കുമ്പോഴും വചനത്തിന്റെ പേരിൽ അവർ തള്ളിക്കളയപ്പെട്ടത് അവരുടെ ഏതെങ്കിലും കയ്യിലിരിപ്പിന്റെ മോശം കൊണ്ടാണോ? അല്ല, ദൈവവചനം സംബന്ധിച്ചാണ് അവർ തിരസ്കരിക്കപ്പെട്ടത്. അപ്പൊ ദൈവവചനത്തിന്റെ പേരിൽ, നമ്മൾ വിശ്വസിക്കുന്ന ദൈവവചനത്തിന്റെ പ്രമാണത്തിന്റെ പേരിൽ നമ്മളെ ആരെങ്കിലും പകയ്ക്കുമ്പോൾ അവൻ്റെ വീട്ടിൽ പോകണ്ടായിരുന്നു, വെറുതെ ഇരുന്നപ്പോൾ തോന്നിയത് അങ്ങോട്ട് ചെന്ന് കയറി ഇത് വാങ്ങിച്ചോണ്ട് പോകുന്നതെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയല്ല. ആമേൻ. നമ്മൾ അങ്ങനെ തിരസ്കരിക്കപ്പെടുമ്പോൾ വചനം പറയുന്നു, അവരെന്ത് ചെയ്തു? അവർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ വിശുദ്ധ സഭ വളരുമ്പോൾ നമ്മുടെ ബന്ധുക്കൾ, സഹോദരങ്ങൾ, നമ്മുടെ ദേശത്ത് അനേകർ ദൈവരാജ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആത്മീയ ആനന്ദമാണ് പരിശുദ്ധാത്മാവുള്ള സന്തോഷം. ഹല്ലേലൂയ. ഈ ഒരു സന്തോഷം നമുക്കുണ്ടാവണം. ഒന്നാമതായി നമ്മുടെ നീതീകരണം, രണ്ടാമതായി പിന്നെ ദൈവത്തോട് നമുക്ക് ലഭിച്ച സമാധാനം. അങ്ങനെ ലഭിക്കുന്ന ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വളർച്ചയിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ സന്തോഷം, ഹല്ലേലൂയ, ദൈവസഭയിൽ ഉണ്ടാകുന്ന ഐക്യവും എല്ലാവരും കൂടി വരുമ്പോഴുള്ള ആനന്ദവും സന്തോഷവും, ഇതാണ് പരിശുദ്ധാത്മാവുള്ള സന്തോഷം. അതുകൊണ്ട് തന്നെ ദൈവരാജ്യം എന്ന് വെച്ചാൽ നമുക്ക് അതോടൊന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. ദൈവരാജ്യം എപ്പോൾ വരുന്നുവെന്ന് പരീശന്മാർ ചോദിച്ചതിന്, ദൈവരാജ്യം വണ്ണമല്ല വരുന്നത്, ഇതാ ഇവിടെ എന്നും അതാ അവിടെ എന്നും പറയുകയും ഇല്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്നവർ ഉത്തരം പറഞ്ഞു. വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്കറിയാം,
പരീശന്മാർ യേശുവിനോട് ദൈവരാജ്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്കറിയാം അവർക്ക് ചുറ്റും ഒരുപാട് രാജ്യങ്ങളുണ്ട് അല്ലേ. യേശു ജീവിച്ചിരുന്ന ആ തലമുറയിൽ അവർക്ക് ഒരുപാട് ചുറ്റും രാജ്യങ്ങളുണ്ട്. അധികം രാജ്യങ്ങളും ഭരിക്കുന്നത് ആരാണ് ആ സമയത്ത്? റോമർ അല്ലേ, റോമാക്കാരാണ്. റോമൻ പ്രവിശ്യയാണ് അവിടെ ഇല്ല. കാരണം ഒരു കാലത്ത് നമ്മൾ പറയുന്ന ബ്രിട്ടനെ കുറിച്ച് പറയുന്നത് എന്ത് രാജ്യം എന്നാണ്? സൂര്യൻ അസ്തമിക്കാത്ത രാജ്യം. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എന്താ കാര്യം? സൂര്യൻ ഉണർന്നിരിക്കുന്നത്, അതായത് നമുക്കറിയാം സൂര്യൻ ഭൂമിയുടെ ഒരു പകുതിയിൽ വിളങ്ങി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ സൂര്യൻ ഉദിച്ച് നിൽക്കുമ്പോൾ മറുഭാഗത്ത് എന്താണ്? ഇരുട്ടാണ്. പക്ഷേ ആ കാലത്ത് ബ്രിട്ടന്റെ കോളനികൾ രണ്ട് ഭാഗത്തും ഉണ്ടായിരുന്നു. ഒരു സമയം ഇരുട്ടായിരിക്കുന്ന സ്ഥലത്തും പിന്നീട് വെളിച്ചമുള്ള സ്ഥലത്തും രണ്ട് ഭാഗത്തും, എന്ന് വെച്ചാൽ സൂര്യൻ എങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്നു കഴിഞ്ഞാലും ഒരു ബ്രിട്ടീഷ് കോളനി അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വരുന്നതിന് ഏതാണ്ട് 500 വർഷങ്ങൾക്കപ്പുറം പല രാഷ്ട്രങ്ങൾ കയ്യേറി അവസാനം റോമൻ ആധിപത്യത്തിൻ്റെ കീഴിലായിരുന്നു നമ്മൾ കഫർനഹൂമും ജെറുസലേമും ഈ പറയുന്ന നമ്മുടെ കർത്താവ് സഞ്ചരിച്ച അല്ലെങ്കിൽ യഹൂദന്മാർക്ക് മാതൃഭൂമിയായി ദൈവം കൊടുത്ത ദേശത്ത്. എന്നാൽ അവർക്ക് അവിടെ ഒരു രാജ്യം ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നോ? ഇല്ല. അവിടെ ഭരിച്ചിരുന്ന റോമ ഗവൺമെൻറ്റാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ കർത്താവ് വീണ്ടെടുപ്പിൻ്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള അവൻ്റെ പ്രത്യക്ഷയുടെ സമയം വന്നപ്പോൾ 30-ാമത്തെ വയസ്സിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. അപ്പോൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ഈ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ പരീശന്മാരെല്ലാം എവിടെ ചെയ്താലും പറയുന്ന വിഷയം എന്താണ്? ദൈവരാജ്യം ഇങ്ങനെയാണ്, ദൈവരാജ്യം അങ്ങനെയാണ്, ദൈവരാജ്യം കടുകുമണിക്ക് തുല്യമാണ്, ദൈവരാജ്യം വയലിൽ നിന്ന് പിടിച്ച എല്ലാ മീനുകളെ സദൃശ്യമാണ്, അപ്പോൾ ദൈവരാജ്യം ഇങ്ങനെ വയലിൽ ഒളിപ്പിച്ച് വെച്ച നിധിയാണ്. അങ്ങനെ ദൈവരാജ്യം 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 എന്ന് കേൾക്കുമ്പോൾ ഇവർക്കറിയാം ഒരു രാജ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു രാജ്യത്തെക്കുറിച്ച് അറിയാം. ആ രാജ്യത്തിന് ഒരു രാജാവ് ഉണ്ടാവും, ഒരു ടെറിട്ടറി ഉണ്ടാവും, ഒരു സേനയുണ്ടാവും, സമൃദ്ധിയായ ഒരു ഭൂപ്രദേശമായിരിക്കും അവിടെ. അങ്ങനെയാണ് അവർ ചുറ്റും കണ്ടിട്ടുള്ളത്. അപ്പോൾ തന്നെ ഇവരുടെയും ശിഷ്യന്മാരുടെയും ആഗ്രഹം എങ്ങനെ തന്നെയാണ്? ദൈവരാജ്യം കർത്താവ് സ്ഥാപിക്കും എന്നാ അല്ലേ? നമുക്ക് എമ്മൗസിലേക്കുള്ള യാത്രാ മധ്യേ അവർ ചോദിക്കുന്നത് അവൻ ഈ ദൈവരാജ്യം സ്ഥാപിക്കും എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിട്ട് ഇത് എല്ലാം നടന്നിട്ട് 3 ദിവസമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ ചോദ്യം കർത്താവിനോട് ചോദിക്കുകയാണ്, ദൈവരാജ്യം എപ്പോൾ വരും? അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന ഒരു രാജ്യം എന്താണ്? അവർക്കൊരു രാജ്യം വരുമ്പോൾ അത് ദൈവം ഭരിക്കുന്ന ഒരു രാജ്യമായിരിക്കും. കാരണം അനേക വർഷങ്ങളായിട്ട് അവർക്ക് രാജ്യമില്ല. അപ്പോൾ എപ്പോൾ വരുമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത് എങ്ങനെയാ? അത് മനുഷ്യന്റെ കണ്ണിന് കാണത്തക്കവണ്ണം ഉള്ളതല്ല, പിന്നെ എന്ത്? ദൈവരാജ്യം. ഹല്ലേലൂയ. ഇതാണ് ആ രാജ്യം. നോക്കൂ, ഈ അതിർത്തിക്ക് അപ്പുറത്ത് കാണുന്നതാണ് ആ രാജ്യം. അല്ലെങ്കിൽ തെക്കോട്ട് നോക്കിയാൽ നിങ്ങൾ കാണുന്ന ഇന്ന രാജ്യത്തിന് അപ്പുറത്ത് കിടക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഈ പ്രദേശത്തിന് അപ്പുറത്തുള്ള രാജ്യമാണെന്ന് പറയാൻ കഴിയുന്ന വണ്ണം ദൈവരാജ്യം കാണത്തക്ക വണ്ണമല്ല വരുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാവുന്നതല്ല എന്ത്? ദൈവരാജ്യം. അപ്പോൾ തന്നെ വിശ്വസിക്കുന്ന ഒരാൾക്ക് ആത്മാവിൽ അനുഭവിക്കാൻ കഴിയുന്നതായിരിക്കണം. നമ്മൾ പറഞ്ഞതുപോലെ കനികൾ കൊണ്ടുവന്ന് അവർ ഭക്ഷിച്ചതുപോലെ ഈ ലോകത്തിരിക്കുമ്പോൾ തന്നെ നമ്മൾ ചെന്ന് ചേരുന്ന രാജ്യത്തെക്കുറിച്ച് ഒരു അനുഭവം, ഒരു പ്രത്യാശയുടെ ഒരു അനുഭവം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ ആ രാജ്യത്ത് പോകത്തില്ല. ആമേൻ. നമ്മൾ എടുത്തുകൊള്ളപ്പെട്ട ആ രാജ്യത്തേക്ക് പോകണമെങ്കിൽ, ദൈവം ഉണ്ടാക്കുന്ന രാജ്യത്തേക്ക് പോകണമെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ഒരു അനുഭവം നമുക്കുണ്ടാകണം. ദൈവരാജ്യത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകണമെങ്കിൽ നാം ഈ ലോകത്തിൽ ദൈവരാജ്യം സംബന്ധിച്ച് തിരസ്കരിക്കപ്പെടണം. ഹല്ലേലൂയ. ഈ രാജ്യത്ത് നമ്മളുടെ ധനമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ കടബാധ്യതകൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ വന്നാൽ ഒരു ബാധ്യതയാവുന്നുള്ള പേരുള്ള തിരസ്കരണമല്ല. സുവിശേഷം സംബന്ധിച്ച്, യേശു കർത്താവിൻ്റെ നാമം സംബന്ധിച്ച്, യേശു കർത്താവാണ് ഏക ദൈവം എന്ന് പറയുന്നത് സംബന്ധിച്ച് നമുക്കൊരു തിരസ്കരണം ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ദൈവരാജ്യത്തിൽ പോകാൻ കഴിയുള്ളൂ. കാരണം ഈ തിരസ്കരണം എന്തിൻ്റെ പേരില്ല? നാം തിരസ്കരിക്കപ്പെടുന്നത് നാം ദൈവരാജ്യത്തിൽ ഉള്ളവരായി ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടാവും. ആമേൻ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് കാണത്തക്കവണ്ണമല്ല വരുന്നത്, ഇതാ അവിടെ ഇതാ ഇവിടെ എന്നും പറയുകയില്ല എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയാണ്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. ഹല്ലേലൂയ. അപ്പോൾ അന്ന് ദൈവരാജ്യം എവിടെയായിരുന്നു? യേശുവിലായിരുന്നു. യേശു പറയുമ്പോൾ ദൈവരാജ്യത്തിലാണ് യേശു നിൽക്കുന്നത്. കാരണം യേശു ദൈവത്തിന്റെ ഇഷ്ടം മുഴുവൻ നിറവേറ്റി നിൽക്കുക അവിടെ. ഹല്ലേലൂയ.
ദൈവത്തിൻ്റെ രാജ്യമാണ് യേശുവിലുള്ളത്. അപ്പോൾ എന്നാൽ അവരുടെ ഇടയിൽ ദൈവത്തിൻ്റെ രാജ്യമുണ്ട്. എന്നാൽ ശിഷ്യന്മാർക്കോ ഈ ചോദിക്കുന്ന പരീശന്മാർക്കോ യേശു വിഭാവനം ചെയ്യുന്ന ദൈവരാജ്യം എന്തെന്നറിയില്ല. കാരണം അവരുടെ മുമ്പിലുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. അവർ രാജ്യങ്ങൾ എന്ന് മനസ്സിലാക്കുമ്പോൾ ആ രാജ്യത്തിനൊരു സേന, ആ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കാൻ പട്ടാളക്കാര്, അതുപോലെ ആ രാജ്യത്തിലെ എല്ലാ കാര്യങ്ങളും ക്ഷേമങ്ങൾ അന്വേഷിക്കുന്ന രാജാവും പരിവാരങ്ങളും മന്ത്രിയൊക്കെയുള്ള ഒരു രാജ്യമാണ് അവരുടെ ഉള്ളിലുള്ളെങ്കിൽ യേശു പറയുകയാണ് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അവർക്ക് മനസ്സിലായില്ല. ശിഷ്യന്മാർക്ക് യേശുവിന്റെ മരണശേഷവും പോലും നിരാശയാണ്. കാരണം യേശു ദൈവരാജ്യം സ്ഥാപിക്കുമെന്ന് വിചാരിച്ചു. യേശു ലോകത്തിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടി തന്നെ വന്നല്ലേ? ആണോ? അതെ. നമുക്കറിയാം, യഹൂദന്മാർ അവരുടെ മെസ്സിഹയെ കൈക്കൊണ്ടിരുന്നെങ്കിൽ യേശു പറഞ്ഞു അവൻ തൻ്റെ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവൻ എന്ത് ചെയ്തില്ല? കൈക്കൊണ്ടില്ല. സ്വന്തമായവർ കൈക്കൊണ്ടിരുന്നെങ്കിൽ ദൈവരാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെടുമായിരുന്നു. എങ്ങനെ സ്ഥാപിക്കപ്പെടും? അപ്പോഴും ദൈവത്തിന്റെ നീതി നിറവേറ്റേണ്ട ദൈവത്തിന് വേണ്ടേ? ആദാമ്യ വംശം മുഴുവൻ പാപത്തിൽ മരിച്ചു വന്നവരാ. അപ്പൊ യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ ലിറ്ററലി ഇവിടെ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടേണ്ടതായിരുന്നു. ആമേൻ. അപ്പൊ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? യേശു സ്ഥാപിക്കുന്ന ദൈവരാജ്യത്തിന്റെ പ്രത്യേകത എന്താ? യേശു യെരുസലേമിൽ ഒരു രാജാവായി വാണിരുന്നുവെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഭൂമിയിലെമ്പാടും സമാധാനമായിരിക്കും. പക്ഷെ നമ്മൾ വിശുദ്ധന്മാരല്ല. ആമേൻ. പാപം ദൈവം ഭൂമിയിൽ നിന്ന് മാറ്റുകയും ദൈവത്തിൻ്റെ രാജ്യം ജെറുസലേമിൽ നിന്ന് ഭരിക്കപ്പെടുകയും നമ്മൾ സാധാരണ ഇന്ത്യക്കാരെ പോലെ ഇവിടെ സമാധാനത്തിലും നീതിയിലും ജീവിക്കുമായിരുന്നു. സ്വർഗത്തിൽ പോകുന്ന ഒരു കോൺസെപ്റ്റ് ആർക്കുണ്ടാകുമായിരുന്നില്ല? ജാതികൾക്കുണ്ടാകുമായിരുന്നില്ല. ആമേൻ. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണമായിരുന്നു? യഹൂദൻ തിരസ്കരിക്കണമായിരുന്നു മെസ്സിഹയെ. അപ്പൊ തിരസ്കരിക്കപ്പെടുകയും തള്ളപ്പെടുകയും ക്രൂശിൽ ഏൽപ്പിച്ച് കൊല്ലപ്പെടുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയും ഇന്നും അവർ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ വിശ്വസിക്കുന്നവർക്ക് ഹല്ലേലൂയ പ്രയോറിറ്റി ലഭിച്ചു. ദൈവത്തിന്റെ രാജ്യം സ്വർഗത്തിൽ ഈ ഭൂമി തന്നെ ആ ദൈവരാജ്യം അനുഭവിക്കുകയും ദൈവം ഉണ്ടാക്കി ഈ ഭൂമിയെ സ്ഥാപിക്കാൻ പോകുന്ന രാജ്യത്തിൽ സ്വർഗീയ പൗരന്മാരായ യേശുവിനോടൊപ്പം ഭരിക്കുകയും ചെയ്യുന്ന ഒരു അധികാരം നമുക്ക് ലഭിച്ചു. അങ്ങനെ ഹല്ലേലൂയ. ആമേൻ. അവർക്ക് ഈ രാജ്യത്തെ പ്രജകളായി നിന്ന് അവർ അനുഭവിക്കേണ്ടുന്നതിനേക്കാൾ ഉന്നതമായ പദവി ദൈവം നമുക്ക് തരാനുണ്ട്. അവരുടെ തിരസ്കരണം പൗലോസ് പറയുന്നില്ലേ, ജാതികളുടെ രക്ഷയ്ക്കായി മാറി. അങ്ങനല്ലേ 10-ാം അധ്യായം പറയുന്നത്? യഹൂദന്റെ തിരസ്കരണം നമ്മുടെ തേജസ്സായി മാറി. ഹല്ലേലൂയ. അപ്പൊ യേശു പറഞ്ഞു ഈ രാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയാണ്. ലിറ്ററലി നമ്മൾ കുറച്ച് വ്യക്തിപരമായിട്ട് നമ്മൾ അതിനെ ഒന്ന് അനലൈസ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബൈബിൾ പറയാണ്, നിക്കോദെമോസിനോട് യേശു പറഞ്ഞു, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യം കാണുകയില്ല, പ്രവേശിക്കില്ല. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഒന്നാമത് ലോകരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നമുക്ക് ഈ ശരീരത്തിൽ ഈ ലോകത്തിരിക്കാം. നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ പ്രജകളായിരിക്കും നമുക്ക് ഈ ശരീരത്തിലിരിക്കാം, അല്ലേ? എന്നാൽ ദൈവരാജ്യത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത് 1 കൊരിന്ത്യർ 15-ാം അധ്യായം 51 എനിക്ക് 50-ാം വാക്യം. 50-ൽ പറയുകയാണ്, ജഡരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ജഡവും രക്തവുമല്ല, സ്വർഗരാജ്യത്തിലെ പ്രജകൾക്ക് ദൈവം തരുന്ന ശരീരത്തിലെ പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് ദൈവം ഒരുക്കി കൊണ്ടുവരുന്ന ഒരു ശരീരം ഉണ്ടല്ലേ? ഉണ്ടോ? അനേക വാസസ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് വസിക്കാനുള്ള മന്ദിരത്തെ കുറിച്ചാണ്. നമ്മൾ അനേക വാസസ്ഥലങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒരു വലിയ ലോഡ്ജ്, ഒരു 5-സ്റ്റാർ ഹോട്ടലിലെ ഒരു മുറി നമുക്ക് തരുന്നതാണോ? അല്ല. ഇത് പൗലോസ് എന്താ ഈ ശരീരത്തെ കുറിച്ച് പറഞ്ഞത്? കൈപ്പണിയായ ഈ മന്ദിരം എന്നല്ലേ? അപ്പം ഈ മന്ദിരം കർത്താവ് പറഞ്ഞു പൊളിക്ക്, ഞാൻ ഇത് 3 ദിവസം കൊണ്ട് പണിയാവുന്ന യഹൂദന്മാരോട് അവർ വിചാരിച്ചു 46 സംവത്സരം കൊണ്ട് പണിത് ഈ ജെറുസലേം ദേവാലയം പൊളിക്കുന്നതിനെ കുറിച്ചല്ല, മറിച്ച് തൻ്റെ ശരീരമാകുന്ന മന്ദിരം, ദൈവം വസിക്കുന്ന മന്ദിരം പൊളിക്ക്. ഹല്ലേലൂയ. 3 ദിവസം കഴിയുമ്പോൾ ഈ മന്ദിരം ഞാൻ പണിയും. ഹല്ലേലൂയ. കാരണം ദൈവം. അപ്പം ആ മന്ദിരം, അതുപോലൊരു മന്ദിരം ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ ഒരു ആത്മീയ ശരീരം, തേജസ്സിന്റെ ശരീരം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. കർത്താവ് വാനമേഘത്തിൽ പ്രത്യക്ഷമാകുന്ന ആ ശരീരത്തിലേക്കാണ്. അപ്പോൾ നമ്മൾ ആ ശരീരത്തിലേക്ക് മാറ്റപ്പെടും. ഹല്ലേലൂയ. ആ ശരീരമേ ദൈവരാജ്യ സ്വർഗരാജ്യത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ. കിങ്ഡം ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഡസ് നോട്ട് പോസസ് ദ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. സ്വർഗരാജ്യത്തിൽ മാംസരക്തങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല. നിങ്ങൾ ഇന്നും മാംസത്തിന്റെ രക്തത്തിന്റെ ശുശ്രൂഷയും കീഴിലാണോ?
നിങ്ങളിന്നും ജഡത്തെ നന്നാക്കുന്ന ശുശ്രൂഷയിൽ രീതിയിലാണോ? നിങ്ങളിന്നും നിങ്ങളുടെ ഭൗതികമായ അഭിവൃദ്ധി ഉണ്ടാക്കുന്നതിൽ, ഇവിടെ നിങ്ങൾക്ക് മെച്ചപ്പെട്ട പള്ളികൾ ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണോ? നിങ്ങളിന്നും കുറച്ചുകൂടെ നല്ല മനുഷ്യരാകാനുള്ള പരിശ്രമത്തിലാണോ? യു കനോട്ട് എൻ്റർ ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. നിങ്ങളുടെ മിടുക്കിനാലല്ല, കർത്താവിൻ്റെ നീതീകരണം, കർത്താവ് ഉണ്ടാക്കുന്ന സമാധാനം, കർത്താവ് നൽകുന്ന ആത്മീയ സന്തോഷം അനുഭവിക്കാൻ ഇവിടെ കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വേണ്ടിയുള്ള ശരീരം എടുത്തുകൊണ്ട് കർത്താവ് വാനമേഖലയിൽ പ്രത്യക്ഷമാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പം നമുക്കറിയാം, ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ, ഞാൻ ആദ്യമേ പറഞ്ഞു, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് സാൽവേഷനാണ്, രക്ഷയാണ്. അപ്പം രക്ഷ എന്ന് പറയുന്നത് ദൈവം മനുഷ്യനോട് ചെയ്ത ഒരു ഉടമ്പടിയുടെ, ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ഉടമ്പടിയുടെ ശുശ്രൂഷയാണ്. അപ്പോൾ ഈ ശുശ്രൂഷ ഒരു ഉടമ്പടിയാണ്. നമ്മൾ എങ്ങനെയാണ് ആ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നത്? നമുക്ക് ദൈവമായിട്ടൊരു ബന്ധമില്ല, ലോകത്തിൽ അന്യരും പരദേശികളുമായിരുന്നു എന്നാണ് പൗലോസ് ജാതികളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നമുക്ക് ദൈവത്തോട് ഒരു ഉടമ്പടി ഉണ്ടാകണം. നമുക്കൊരു മനുഷ്യനെ, ഒരു കൂട്ടുകാരനെ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയെ അല്ലെങ്കിൽ ഒരു ബന്ധുവിനെ മായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്നത്തെ കാലത്ത് നമ്മളൊരു വ്യക്തിയുമായിട്ട് നമുക്ക് സംസാരിക്കണം. 3 മാർഗങ്ങളാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, നമുക്ക് നേർക്ക് നേരെ സംസാരിക്കാം. 2, ഫോൺ വഴിക്കോ ഒരു വീഡിയോ കോൺഫറൻസ് വഴിയോ നമുക്ക് ഇന്ന് സംസാരിക്കാം. 3ാമത് നമുക്ക് സംസാരിക്കാൻ, നമുക്ക് ഇടപെടാൻ കഴിയുന്ന കാര്യം എന്താണ്? ഒരു കത്ത് അയക്കുകയോ ഒരു ഇമെയിൽ അയക്കുകയോ ചെയ്ത് നമ്മൾ അവരുമായിട്ട് ബന്ധം കഴിയും, അല്ലേ? എന്നാൽ നമുക്ക് കത്തയച്ചിട്ട്, ഒരു ടെലിഫോൺ വിളിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു മോതാവിൽ നമുക്ക് നേരിട്ട് കണ്ട് ദൈവത്തോട് സംസാരിക്കാൻ കഴിയുമോ? കഴിയില്ല. അപ്പം നമുക്ക് ദൈവത്തോട് സംസാരിക്കണമെങ്കിൽ, ദൈവത്തിന് നമ്മോട് സംസാരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു മാധ്യമമാണ് എന്ത്? ദ എൻക്രിപ്റ്റഡ് വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. മാറ്റം വരാത്ത രീതിയിൽ എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ദൈവവചനമാണ് ഒന്നാമത്തെ നമ്മൾ ദൈവത്തോട് ബന്ധപ്പെടുവാൻ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഒരു കാര്യം. 2ാമത്തെ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ദൈവത്തെ പരിശുദ്ധാത്മാവിൽ ആരാധിച്ചുകൊണ്ട് ദൈവത്തോട് നമുക്ക് കോണ്ടാക്ട് ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. 3ാമത്തെ കാര്യം, ദൈവത്തിൻ്റെ വിശുദ്ധ സഭയിൽ ഒരുമിച്ച് കൂടിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ ശരീരത്തിനകത്തുള്ള ദൈവപ്രവൃത്തിയോടുകൂടി നമുക്ക് കർത്താവിനെ സന്ധിക്കാൻ കഴിയും. ഇങ്ങനെ 3 വിധ കാര്യങ്ങൾ നമ്മൾ മനുഷ്യനോട് ഇടപെടുന്നെങ്കിൽ, മറ്റൊരു വിധമായ 3 വിധ കാര്യങ്ങളോട് മാത്രമേ നമുക്ക് ദൈവത്തോട് ഇടപെടാൻ ഈ ഭൂമിയിലേക്കും കഴിയുള്ളൂ. ഹല്ലേലൂയ. ഈ 3 വിധമായ കാര്യങ്ങൾ നമ്മളിൽ നിറവേറ്റപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് പ്രവേശിക്കും. ഈ ദൈവികമായ ബന്ധത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ആസ്വാദനമുണ്ടല്ലോ, ദൈവവചനത്തിൽ നമുക്ക് ലഭിക്കുന്ന ആശ്വാസം, ആസ്വാദനം, ആ ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ഫോർടേസ്റ്റ് ചെയ്യുന്ന ദൈവരാജ്യത്തിൻ്റെ അനുഭവം. ഇവിടെ ഇത് അനുഭവിക്കുന്നവന് മാത്രമേ അവിടെ പോകാൻ കഴിയുള്ളൂ. ഇവിടെ ഇതൊന്നും അനുഭവിച്ചിട്ടില്ല, കാഹളം ധ്വനിക്ക് ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ പോകാൻ കഴിയില്ല. ഇവിടെ ഇത് അനുഭവിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത് നമുക്കൊരു വായിക്കാം. റോമാലേഖനം 7-ാമത്തെ അധ്യായം. പൗലോസ് പറയണം, സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലയോ ഞാൻ സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പോൾ പറയാണ്, ഞാൻ സംസാരിക്കാൻ പോകുന്ന ഈ കാര്യം നിങ്ങൾക്ക് എന്തറിയാം? ന്യായപ്രമാണം എന്ന് വെച്ചാൽ എന്താ അറിയാം? എന്ന് വെച്ചാൽ മോശയുടെ പ്രമാണം എന്തെന്ന് അറിയാവുന്ന ഒരു ജനതയോട് ഇപ്പോൾ സംസാരിക്കുക. എന്നിട്ട് പറയാണ്, മനുഷ്യൻ ജീവനോടിരിക്കുന്ന കാലത്തൊക്കെയും ന്യായപ്രമാണത്തിൻ്റെ അവൻ്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇപ്പൊ ഇവിടെ പോൾ സംസാരിക്കാൻ പോകുന്ന ഒരു വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട, അല്ലേ, ഒരു സ്ത്രീ പുരുഷ ബന്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് പോൾ സംസാരിക്കാൻ പോകുന്നത്. അവിടെ പറയുമ്പോൾ, ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവൻ്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം ഒരു സ്ത്രീക്ക് ഭർത്താവ് ഉണ്ടെങ്കിൽ, ജീവിച്ചിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് എന്ത് ചെയ്തിരിക്കുകയാണ്? അവൾ ന്യായപ്രമാണം സംബന്ധിച്ച് എന്തിരിക്കുക? ബന്ധപ്പെട്ടിരിക്കുന്നു, ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അവൾക്ക് അതിനകത്ത് എന്തില്ല? ഒഴിവില്ല. പ്രൈസ് ദി ലോർഡ്. അടുത്തത്, ഭർത്താവ് മരിച്ചാൽ അവൾ ഭർതൃ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി.
പക്ഷേ ഇൻ കേസ് അവളുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പോൾ പറയുകയാണ്, ന്യായപ്രമാണം പറയുന്നത് എങ്ങനെയാണ്, ഭർത്താവ് ജീവിച്ചിരിക്കുന്നെങ്കിൽ ഭാര്യയ്ക്ക് ന്യായപ്രമാണം സംബന്ധിച്ച് അയാളിൽ നിന്ന് ഒഴിവില്ല. എന്നാൽ അവളുടെ ഭർത്താവ് മരിച്ചിരിക്കുന്നുവെങ്കിൽ അവൾ എന്ത് ചെയ്തു? ന്യായപ്രമാണം സംബന്ധിച്ച് ഒഴിവുള്ളവളായി. ഇനി അവൾക്ക് ഒരാളെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? വേറൊരാളെ വിവാഹം കഴിക്കാം. പ്രൈസ് ദി ലോർഡ്. വായിക്കാം അടുത്ത. എന്നാൽ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന പേർ വരും. ഭർത്താവ് ജീവിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കാം. ഭർത്താവ് ജീവിച്ചിരിക്കുന്ന ആൾ ഒരുപക്ഷെ പാരലൈസ് ആയി പോയ ആളായിരിക്കാം, ഒരു ആക്സിഡന്റ് പറ്റി നട്ടെല്ല് തകർന്ന ആളായിരിക്കാം, അനേക വർഷങ്ങളായിട്ട് കിടക്കയിലായിരിക്കാം. പക്ഷെ ഭർത്താവ് എന്ത് ചെയ്യാണ്? അയാളുള്ളിൽ ജീവനും ശ്വാസവും ഉണ്ട്. അപ്പോഴും ഈ സ്ത്രീക്ക് ശാരീരികമായ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ആ സ്ത്രീ അയാളെ കൊണ്ട് അവൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഒരു റിലേഷൻഷിപ്പ് സ്ഥാപിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവൾ ദൈവത്തിന്റെ കൺമുമ്പിൽ ആരായി തീർന്നു? വ്യഭിചാരിണിയായി കല്ലെറിഞ്ഞു കൊല്ലപ്പെടണം. അപ്പം ഇതാണ് ഭർതൃന്യായ പ്രമാണം, അല്ലെങ്കിൽ ബൈബിൾ പറയുന്ന ന്യായപ്രമാണ വ്യവസ്ഥ. ഓക്കെ, അടുത്ത വാക്യം. എന്നാൽ വേറെ ഒരു ഭർത്താവ് മരിച്ചുവെങ്കിലും അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകും. അപ്പം ഭർതൃന്യായ പ്രമാണത്തിൽ നിന്ന് ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞാൽ അവൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയാൽ അവൾ വ്യഭിചാരിണി അല്ലാതെ വരും എന്ന് പറയുക. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം. എന്നിട്ട് പറയാണ്, എന്ന് വരാതെ ന്യായപ്രമാണത്തിന് സ്വതന്ത്രയാകുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകണം. അപ്പൊ ഇവിടെ വന്നപ്പോഴേക്കും സംഭവം മാറി. സ്ത്രീയും പുരുഷനും മാറി, സഭയും ക്രിസ്തുവുമായി. ഹല്ലേലൂയ. ഇവിടെ പോളിന്റെ പ്രസംഗം ന്യായപ്രമാണം അറിയുന്ന ദൈവസഭയിൽ ന്യായപ്രമാണം അറിയുന്നവരോട് സംസാരിച്ചിട്ട് ഇപ്പോൾ കോണ്ടെക്സ്റ്റ് ചേഞ്ച് ആയി. ഇപ്പൊ കോണ്ടെക്സ്റ്റ് എന്താണ്? സഭയും ക്രിസ്തുവാ. എന്താണ് പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ പാപം സംബന്ധിച്ച് മരിക്കാതെ ഈ സഭയ്ക്കകത്തിരിക്കുന്നെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനുള്ളവരല്ല. കാരണം നിങ്ങളെ ബന്ധിക്കുന്ന പാപം എന്ന മാസ്റ്റർ നിങ്ങളുടെ ജഡികമായ താല്പര്യങ്ങൾക്ക്, ഇഷ്ടാനിഷ്ടങ്ങൾക്ക്, ദൈവസഭയ്ക്കകത്ത് ക്രിസ്തുവിന്റെ ശരീരം സംബന്ധിച്ചുള്ള ദൈവവചന പ്രമാണങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്ന വിശുദ്ധിയും വേർപാടും, നിങ്ങളുടെ സ്ഥാനങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ അവിടെ ഇരിക്കാതെ നിങ്ങൾ കാര്യങ്ങളെ നിർവഹിക്കാനും ഭർത്താവിന്റെ മേലും അല്ലെങ്കിൽ ദൈവസഭയ്ക്കകത്തും വിശുദ്ധന്മാരുടെ മേലും ആ പാസ്റ്ററുടെ മേലും അധികാരം സ്ഥാപിച്ച് ഞാൻ എന്തൊക്കെയോ ആണെന്ന് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണം സംബന്ധിച്ചും മരിച്ചിട്ടില്ല. ഹല്ലേലൂയ. കാരണം നിങ്ങളുടെ ന്യായപ്രമാണ ഭർത്താവ് ആരാണ്? ന്യായപ്രമാണ ഭർത്താവ് എന്ന് പറയുന്നത്, ഇന്നത്തെ നിയമപ്രകാരമുള്ള ന്യായപ്രമാണ പ്രകാരമുള്ള ഭർത്താവ് എന്ന് പറയുന്നത് പാപമാണ്. അപ്പം യുവർ സിൻ മാസ്റ്റർ ഈസ് സ്റ്റിൽ അലൈവ്. നിന്നെ മാസ്റ്റർ ചെയ്യുന്ന, നിന്നെ അധികാരത്തിൽ നിന്റെ അധികാരങ്ങളിൽ നിന്നെ നിലനിർത്തി കൊണ്ടുപോകുന്ന ദൈവിക ന്യായ വ്യവസ്ഥയ്ക്ക്, ക്രിസ്തുവിന്റെ ശരീരം സംബന്ധിച്ചുള്ള ദൈവിക വ്യവസ്ഥയുടെ യഥാസ്ഥാപനത്തിന് നിങ്ങൾ കീഴ്വഴങ്ങാത്തത്തോളം കാലം നിങ്ങളിൽ പാപം എന്ന ഭർത്താവ്, പാപത്തിന്റെ അധികാരിയായ പിശാച് നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനു മരിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഭർത്താവ്, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഭാര്യ ഭർത്തൃ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പോൾ പറയുകയാണ്, സഭയ്ക്കുള്ളിൽ വന്നിട്ട് ക്രിസ്തുവിൻ്റെതല്ലാത്ത പ്രമാണങ്ങളും ക്രിസ്തുവിൻ്റെതല്ലാത്ത കാര്യങ്ങളും നിങ്ങൾ ഇരിക്കേണ്ട സ്ഥലം തിരിച്ചറിഞ്ഞിട്ടും അതിലിരിക്കാതെ മറ്റുള്ള സ്ഥാനങ്ങളെ തേടിപ്പോവുകയും അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാതെയും ആദരിക്കേണ്ടവരെ ആദരിക്കാതെയും കീഴ്പ്പെട്ടിരിക്കാതെയും ചെയ്തുകൊണ്ട് നിങ്ങൾ സ്ഥാനം തെറ്റി നടക്കുമ്പോൾ നിങ്ങളെ ആ സ്ഥാനം തെറ്റിച്ച് നടത്തുന്ന നിങ്ങളുടെ സിൻ മാസ്റ്റർ എന്ന് പറയുന്ന ആരാണ്? പാപമാണ്. അപ്പോൾ ആ പാപത്തിന് നിങ്ങൾ മരിച്ചെങ്കിൽ മാത്രമേ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവരായ വേറൊരുവനെ നിങ്ങൾ ആകത്തുള്ളൂ. മനസ്സിലാക്കാൻ പ്രയാസമുണ്ടോ? ഇല്ല. മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ സഭയ്ക്കുള്ളിൽ ആരാധിക്കാൻ പോകുന്നുണ്ട്, ഞായറാഴ്ച ആരാധിക്കാൻ പോകുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്വത്രകാഴ്ച ഇടുന്നുണ്ട്. ഇതൊന്നും പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ആരായിട്ടില്ല? മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ വേറൊരുവന്റെ ഭാര്യ ആയിട്ടില്ല. ആമേൻ. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവന്റെ ഒരുവന്റെ ഭാര്യ ആയിരിക്കുന്നു എന്നുള്ള സ്വയബോധം നമുക്കുണ്ടാകുന്നത് എപ്പോഴാണ്? ഞാൻ എൻ്റെ ഭർത്താവിനെ ബഹുമാനിക്കുന്നു, ഞാൻ ദൈവത്തിൻ്റെ ദാസനെ ബഹുമാനിക്കുന്നു, ഞാൻ സഭയ്ക്കുള്ളിൽ എന്നേക്കാൾ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നു, ഞാൻ സഭയ്ക്കുള്ളിൽ
വിശപ്പും ദാഹവും അനുഭവിക്കുന്നവരെ, അല്ലെ സഭയ്ക്കുള്ളിൽ കഷ്ടനഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരെ, സഭയ്ക്കുള്ളിൽ നിരാശപ്പെട്ടിരിക്കുന്നവരെ ഞാൻ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആലടിയ ഞാൻ വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഞാൻ അവരെ കരുതുന്നുണ്ട്. വ്യവസ്ഥ കൂടാതെ, നിറത്തിൻ്റെയോ ഭാഷയുടെയോ വർണ്ണത്തിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിലല്ലാതെ ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ ഞാൻ സഭയ്ക്കുള്ളിൽ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നുണ്ട് എന്ന് വരുമ്പോൾ മാത്രമേ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവന് നമ്മളായിട്ടുള്ളൂ. ഹല്ലേലൂയ. കാരണം ഒരു ടോട്ടൽ ട്രാൻസ്ഫോർമേഷനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒരു ദിവസം കൊണ്ട് വരില്ല. പക്ഷെ നമ്മൾ പരിശ്രമിച്ച് വേണം എന്ത് ചെയ്യാൻ. ഓരോ കാര്യങ്ങളെ മേലും നമ്മൾ ജയം കൊണ്ട് വേണം വരാൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമ്മളിപ്പോഴും ആരും പെർഫെക്റ്റ് അല്ല. നമ്മുടേതായ ബലഹീനതകൾ നമുക്കുണ്ട്. പക്ഷെ നമ്മൾ തിരിഞ്ഞു നോക്കി ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എങ്ങനെയായിരുന്നു, ഓരോ വിഷയങ്ങളുടെ മേലുള്ള നമ്മുടെ ഓരോരുത്തരുടെ പ്രതികരണത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ ആശങ്കകൾ എത്രമാത്രമായിരുന്നു, അത് മറ്റുള്ളവരോട് പറയുമ്പോൾ നമ്മൾ അനുഭവിച്ച ആനന്ദം എത്രമാത്രമായിരുന്നു, മനുഷ്യരുടെ കുറവുകളെക്കുറിച്ച് നമ്മൾ വർണ്ണിക്കുന്ന ആ കാര്യം നമ്മളുടെ ഉള്ളിലുണ്ടോ? ഇപ്പോഴും അത് മോശമാണ്, ഇത് മോശമാണെന്നാണ് നമ്മൾ പറയുന്നത്. അതോ മോശം എന്ന് പറയുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണോ മിണ്ടാതിരിക്കുകയാണോ ചെയ്യുന്നത്? ഇങ്ങനെ നമ്മൾ നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളിലൊക്കെ നമ്മൾ പടിപടിയായി നമ്മൾ മുന്നേറി വരുമ്പോൾ മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് എല്ലാം കൂടെ ഒരു ദിവസം വരട്ടെ എന്ന് വിചാരിച്ചാൽ യു കനോട്ട് ഹാവ് എ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ അറ്റ് എ മൊമെന്റ്. ഒരു മൊമെന്റിലും ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷനിലേക്ക് വരാൻ കഴിയില്ല. പക്ഷെ നമ്മൾ കുഞ്ഞുനാളിൽ ആലളിയ പാല് കുടിച്ചു, പിന്നെ കുറുക്ക് കുടിച്ചു, പിന്നെ കട്ടി ആഹാരം ഭക്ഷിച്ചു, പിന്നെ നമ്മൾ വിദ്യ തേടി, പിന്നെ നമ്മൾ അങ്ങനെ വളർന്ന് ഇന്ന് എങ്ങനെ എത്തിയിരിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ശരീരത്തെ നമ്മൾ ബോധപൂർവം നമ്മൾ തിരുത്തണം. കാരണം നമ്മുടെ ഉള്ളിൽ ഒരു സിൻ മാസ്റ്റർ ക്രിയ ചെയ്യുന്നുണ്ട്, ഒരു പാപത്തിൻ്റെ അധികാരി ക്രിയ ചെയ്യുന്നുണ്ട്. ഈ ജഡം ഉള്ളിടത്തോളം കാലം ആ അധികാരി എന്തുണ്ട്? പിശാചിന് ഇപ്പോഴും നമ്മുടെ ഈ ശരീരത്തിന് മേലെ എന്തുണ്ട്? അധികാരമുണ്ട്. നമ്മുടെ ജീവന്റെ മേലെ അവന് അധികാരമുണ്ട്, ആത്മാവിൻ്റെ മേലെ അധികാരമില്ലാത്തുള്ളൂ. പക്ഷെ നമ്മുടെ ശരീരത്തെ കൊണ്ട്, നമ്മുടെ ബുദ്ധിമണ്ഡലത്തെ ഉപയോഗിച്ച് ആളുകളെ ഭിന്നിപ്പിക്കാനും വെറുപ്പിക്കാനും അകറ്റാനും നമുക്ക് കഴിയാൻ നമ്മുടെ ഉള്ളിൽ ഈ ജഡത്തിന്റെ മേലെ അധികാരി. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു, ജഡത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. ഹല്ലേലൂയ. അപ്പം കർത്താവ് നീക്കിയെങ്കിലും നമ്മിൽ അത് എത്രമാത്രം നീങ്ങപ്പെടും എന്നുള്ളത് വളരെ പ്രയാസേന, വളരെ കാലങ്ങൾ കൊണ്ട് മാത്രം നമ്മളുടെ ദൈവവചനത്തിലുള്ള അഭ്യാസവും ദൈവവചനത്തിലുള്ള വളർച്ചയും അതിനെ നമ്മൾ മറ്റുള്ളവരിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമ്മളതിനെ പ്രവർത്തിച്ചു കൊണ്ടുവരുമ്പോൾ മാത്രമേ നമുക്ക് ആ വ്യത്യാസം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അടുത്ത വാക്യം, ഉയർത്തെഴുന്നേറ്റ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ശരീരം മുഖാന്തരമാണ് നമുക്ക് എന്ത് ലഭിച്ചത്? സ്വാതന്ത്ര്യം ലഭിച്ചത്. യേശു ക്രിസ്തുവിൻ്റെ ശരീരയാഗത്താലാണ് നമുക്ക് എന്ത് ലഭിച്ചത്? ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവ് ലഭിച്ചത്. അപ്പോൾ അത് സാർവത്രികമായിട്ട് ഒരു യൂണിവേഴ്സൽ പൂളിൽ അത് കിടക്കുക. ഞാനത് വിശ്വാസത്താൽ ഏറ്റെടുക്കുമ്പോഴാണ് റോമർ 5:1 പറയുന്ന വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനോട് മുഖാന്തരം ദൈവത്തോട് സമാധാനമുണ്ടെന്ന് പറഞ്ഞു. അപ്പം അടുത്ത വാക്യത്തിൽ പറയുകയാണ്, ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോകുന്നു. അപ്പോൾ പഴയ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ദൈവസഭയ്ക്കകത്ത് വിശ്വസിച്ച് വീണ്ടും ജനിച്ച് വരുന്നതിന് മുമ്പുള്ള ഒരവസ്ഥയെക്കുറിച്ച് പൗലോസ് ഓർമ്മപ്പെടുത്തുന്നത്, നമ്മളിങ്ങനെ നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണം സംബന്ധിച്ച് ഹല്ലേലൂയ മരിച്ചിരിക്കുന്നു, ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന പാപത്തിൻ്റെ രാഗമോഹങ്ങൾ മരണത്തിന് ഫലം കായ്ക്കുന്ന അവസ്ഥയിലായിരുന്നു. ഹല്ലേലൂയ. എങ്കിലും സർവകൃപാലുവായ ദൈവം, നമ്മൾ എഫേസ്യർ ലേഖനത്തിൽ പറയുന്ന പോലെ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം നമ്മളെ അകൃത്യങ്ങളും പാപങ്ങളും സംബന്ധിച്ച് മരിച്ചവരായി നമ്മെ ഉയർപ്പിച്ചു. ഹല്ലേലൂയ. അപ്പൊ പാപത്തിന്റെ അടിമത്തത്തിലായിരുന്ന നമ്മെ ദൈവം റോമിലുള്ള വിശുദ്ധ സഭയോട് ആദ്യം ന്യായപ്രമാണം അറിയുന്നവരോടാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് ന്യായപ്രമാണ സംബന്ധമായ ബന്ധമുള്ള ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച് പഠിപ്പിച്ചതിന് ശേഷം ഒടുവിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു ഭർത്താവുണ്ട്, കർത്താവായ യേശു ക്രിസ്തു എന്ന ദൈവം. ആ ഭർത്താവിനോട് നമ്മൾ ആകണമെങ്കിൽ നമ്മുടെ ശരീരത്തിലും മനസ്സിലും വ്യാപരിക്കുന്ന പാപരാഗമോഹങ്ങൾക്ക് ഉടമയായ പിശാചിനെ നമ്മൾ സേവിച്ചുകൊണ്ട്, അവൻ്റെ ഇഷ്ടത്തെ അറിഞ്ഞോ അറിയാതെയോ താല്പര്യത്തോടെ നിവർത്തിച്ചുകൊണ്ട്
പിശാചിന്റെ പ്രവൃത്തികൾക്ക് നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിന്തയോ വിചാരമോ സംസാരമോ കേൾവിയോ കാഴ്ചപ്പാടോ നമ്മുടെ ആഗ്രഹങ്ങളോ അഭിനിവേശങ്ങളോ നമ്മുടെ ജഡത്തിന്റെ മേൽ കർത്തൃത്വവും അധികാരമുള്ള പിശാചിന്റെ പാപരാഗമോഹങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ തക്കവണ്ണം നമ്മളിൽ വാഴുന്നുണ്ടെങ്കിൽ പൗലോസ് പറയുകയാണ്, നിങ്ങൾ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ വേറെ ഒരുവനാകണം. ഹല്ലേലൂയ. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ദൈവരാജ്യത്തിന്റെ അനുഭവം ഉണ്ടാകുകയുള്ളൂ. ഇവിടെ ദൈവരാജ്യത്തിന്റെ അനുഭവം അനുഭവിക്കാത്തവന് വരും കാലത്ത് ദൈവരാജ്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, പോകാൻ കഴിയില്ല. കാരണം ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു ആത്മീയ രാജ്യത്വമാണ്. ആമേൻ. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റപ്പെടുവാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഉള്ളിൽ ദൈവരാജ്യം ഉണ്ടെങ്കിൽ ഇന്നത്തെ ദൈവരാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ സഭയാണ് ദൈവരാജ്യം ഭൂമിയിൽ. അതുകൊണ്ട് ആർക്കും കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. പറ്റുമോ? ഇതാണ് ആ വിശുദ്ധ സഭ എന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയുക. കാരണം വിശുദ്ധ സഭ എന്ന് പറയുന്നത് സ്കാറ്റേഡ്, ചെതറിക്കിടക്കുക. അതൊരു സഭ എന്നുള്ള നിലയിൽ ഒരു ഫോർമാറ്റിലേക്ക് വന്നിട്ടില്ല. ഒരു ബോർഡ് വെച്ച് അതിൽ കൂടിയിരിക്കുന്നവരെല്ലാവരും വിശുദ്ധരല്ല. ആണോ? ഒരു ബോർഡ് വെച്ച സഭയ്ക്ക് ഉള്ളിൽ അത് മുഴുവനായിട്ടും കർത്താവായ യേശു ക്രിസ്തുവിനെ ഏകരക്ഷിതാവും കർത്താവും ഏകദൈവമായി വിശ്വസിക്കുന്നവരും മുഴുവനായിട്ട് സ്നാനമേറ്റവരാണെങ്കിലും വിശുദ്ധി സംബന്ധിച്ച് അവർ പൂർണ്ണമായും ദൈവരാജ്യത്തിലല്ല. പാതി ഒരു കാൽ ദൈവരാജ്യത്തിലും മറുകാൽ ലോകരാജ്യത്തിലുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ സഭ ലോകത്തിൽ എമ്പാട് ചിതറിക്കിടക്കുകയാണ്. ആ ശരീരം എവിടെ, ആരുടെ ശരീരം എന്ന് എങ്ങനെയെന്ന് ആർക്കും പറയാൻ കഴിയില്ല. കാരണം അത് കർത്താവിൻ്റെ വരവെങ്കിൽ മാത്രമേ ആ ശരീരം, ഹല്ലേലൂയ, ഒരു ആത്മീയ ശരീരം എന്നുള്ളത് പൂർണ്ണമായിട്ടും ഒരു ശരീരമായി തീരുകയുള്ളൂ. ആമേൻ. അതിനൊരു ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കും. ഒരു ശരീരം എങ്ങനെയാണ് അതത് ശരീരത്തോട് ചേരുന്നത് എന്ന് നമുക്ക് വായിക്കാൻ നമുക്ക് എസെക്കിയേൽ പ്രവചനത്തിലാണോ 36. വചനം പറയാം. അസ്ഥി അസ്ഥിയോട് ചേർന്ന് എസെക്കിയേലാണ്. അത് 36 ഏതാ? 37-ന്റെ 5. 36-ന്റെ 26 37-ലുണ്ട് അല്ലേ? 36-ന്റെ 27 അല്ലേ? അല്ല, അസ്ഥിയോട് ചേർന്ന് അതാ 37-ന്റെ 5 മുതൽ വായിച്ചു. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് സിസ്റ്റർ വായിക്കുന്നുണ്ട്. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഭൂകമ്പമുണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയിലില്ലാതെയിരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കുക. മനുഷ്യപുത്ര, നീ പ്രവചിച്ച കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്നവർ പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. മതി, ബാക്കി നമ്മൾ
ഈ എസെക്കിയേൽ പ്രവചനത്തിൻ്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ പരിശോധിക്കുമ്പം നമുക്കറിയാം എല്ലാ വചനങ്ങൾക്കും 2, 3, 4 ഫുൾഫിൽമെൻറ്റുകളുണ്ട്. പ്രൈസ് ലോർഡ്. ഇതിൻ്റെ ഒടുവിൽ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഈ അസ്ഥികളെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഇസ്രായേൽ ഭവനത്തെ, ലോകം മുഴുവനും ചിതറിക്കിടക്കുന്ന ഇസ്രായേലിനെ ദൈവം ശേഖരിച്ച് ഒരു രാജ്യമായിട്ട് കൊണ്ടുവന്നു, ഒരു സൈന്യമായി എന്ത് ചെയ്തു? യെരൂശലേമിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കർത്താവിൻ്റെ കാഹളധ്വനിയിങ്കൽ ലോകത്തിൽ ആസകലം ചിതറിക്കിടക്കുന്ന തൻ്റെ വിശുദ്ധ ശരീരമാകുന്ന സഭയെ വാനമേങ്ങളിൽ ചേർത്ത് ഒരു ക്രിസ്തുവിൻ്റെ ആത്മീയ ശരീരമായി ഇന്ന് ചിതറിക്കിടക്കുന്ന ശരീരത്തെ ഒരൊറ്റ ശരീരമായി അവൻ്റെ മണവാട്ടിയാക്കി മാറ്റും. ആമേൻ. അതിനെയാണ് കോവനൻ്റൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. കാരണം ആദാമുമായിട്ട് ദൈവത്തിനുണ്ടായത് പുത്രത്വം, ദൈവപുത്രനും ദൈവ പിതാവും അല്ലെങ്കിൽ പിതാവും പുത്രനും എന്നുള്ള റിലേഷൻഷിപ്പാണ് ദൈവത്തിൻ്റെ കൽപ്പനയോട് അനുസരണക്കേട് കാണിക്കുന്ന നിമിത്തം എന്ത് സംഭവിച്ച ആ ഒരു വീഴ്ച എവിടെ നിന്നുണ്ടായത്? പിതൃപുത്ര ഉടമ്പടിയിൽ നിന്നുള്ള വീഴ്ച അല്ലേ? ആ വീഴ്ച പരിഹരിക്കാൻ ആദാമിൽ നിന്ന് ജനിച്ചു വന്ന ആർക്കും കഴിയില്ലായിരുന്നു. അപ്പോൾ തന്നെയാണ് കാലസമ്പൂർണതയിൽ ന്യായപ്രമാണം ആവശ്യപ്പെടുന്നത് പാപത്തിൻ്റെ ശമ്പളം മരണമായതുകൊണ്ട് ആ ന്യായപ്രമാണം കൊടുത്ത ദൈവത്തിന് പ്രമാണത്തെ നീക്കാൻ കഴിയില്ല, മറിച്ച് നിവർത്തിപ്പാനേ കഴിയുള്ളൂ. അതുകൊണ്ട് ന്യായപ്രമാണം തന്നവൻ തന്നെ മുഴുവൻ ന്യായപ്രമാണം നിവർത്തിക്കേണ്ടതിന് നമ്മളെല്ലാവരുടെയും പാപം സംബന്ധിച്ച് മരിച്ചു. അങ്ങനെ അവനിൽ വിശ്വസിക്കുന്ന, കേവലം യേശുവിനെ ദൈവമെന്ന് മാത്രം വിശ്വസിക്കാൻ പോരാ, യേശു തന്നെയാണ് ദൈവം, യേശു മാത്രമാണ് ദൈവം. കാരണം യേശു ത്രിത്വത്തിൽ രണ്ടാമനാണെങ്കിൽ ദൈവത്തിൻ്റെ ഉടമ്പടി ലംഘിച്ചവനാണ്. കാരണം ദൈവം ഒരുവനെ കൊലക്ക് കൊടുത്തു മറ്റൊരുവനെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി. ദൈവത്തിന് ചെയ്യാൻ കഴിയില്ല. ദൈവത്തിൻ്റെ നീതി പാപത്തിൻ്റെ അധികാരത്തിൽ മനുഷ്യനെ വിടുവിക്കാനാണെങ്കിൽ ദൈവം തന്നെത്താൻ ജഡമെടുത്ത് ലോകത്തിലേക്ക് വരണം. അങ്ങനെ താൻ തന്നെ സ്വീകരിച്ച ജഡരക്തങ്ങളിൽ തൻ്റെ നീതിയാകുന്ന ന്യായപ്രമാണത്തിൻ്റെ ശിക്ഷയാകുന്ന പാപത്തിൻ്റെ മരണം താൻ ഏറ്റെടുത്തുകൊണ്ട് വീണ്ടെടുക്കുമ്പോൾ ആ റിലേഷൻഷിപ്പിനെ വീണ്ടും ഒന്നാക്കി ചേർക്കുന്നത് മനുഷ്യനല്ല, ദൈവമാണ്. കാരണം മനുഷ്യന് കഴിയില്ല. ഒരു ബ്രോക്കൺ റിലേഷൻഷിപ്പ്, ദൈവത്തോടുള്ള റിലേഷൻഷിപ്പിനെ വീണ്ടും ഐക്യത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു മനുഷ്യനും ഇന്നോളം ജീവിച്ചിരുന്നിട്ടില്ല. അതുകൊണ്ടാണ് ദൈവം താൻ ഈ ലോകത്തിലേക്ക് വന്നത്. അങ്ങനെ കാഹളധ്വനിയുടെ നാളിൽ ആ കാഹള ശബ്ദം എവിടെയെല്ലാം മരിച്ചും ജീവിച്ചും ഇരിക്കുന്ന വിശുദ്ധന്മാരുണ്ടോ അവരെല്ലാവരെയും ഒരു തേജസ്സിൻ്റെ ശരീരമാക്കി ദൈവം ഉയർപ്പിച്ചുകൊണ്ടുവരും. ഹല്ലേലൂയ. അവരെല്ലാവരും ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്നുള്ള നിലയിൽ പ്രത്യേക ഐഡൻറ്റിറ്റിയുള്ള, വ്യക്തിപരമായ നമ്മുടെ ഐഡൻറ്റിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ സ്വർഗത്തിലെ ദൈവം നമ്മെ ഒരു ക്രിസ്തുവിൻ്റെ ആത്മീയ മണവാട്ടിയായി ചേർത്തുകൊണ്ട് ലിറ്ററലി ആത്മീയമായി ഉള്ള ആ രാജ്യം ഒരു ലിറ്ററൽ രാജ്യമായി മാറും. പ്രൈസ് ദി ലോർഡ്. അതൊരു ഫിസിക്കലായിട്ട് ലോകത്ത് സ്ഥാപിക്കപ്പെടുന്ന ഒരു രാജ്യമായിട്ട് തന്നെ മാറും. മില്ലേനിയൽ സഹസ്രാബ്ദ വാഴ്ചയോടുകൂടി ആ രാജ്യം യെരൂശലേം പ്രാന്തപ്രദേശങ്ങളിൽ സംജാതമായി തീരും. ഹല്ലേലൂയ. അതിനുശേഷം കർത്താവിൻ്റെ ന്യായവിധി, 1000 ആണ്ടിന് ശേഷമുള്ള ന്യായവിധിക്ക് ശേഷം പുതിയ ആകാശവും പുതിയ ഭൂമിയുമായി ദൈവം രാജാവായി ഭരിക്കുന്ന ഒരു രാജ്യവും ആ ഭരണത്തിന് കീഴിൽ അനുസരണത്തോടും ശിക്ഷണത്തോടും കൂടി അടങ്ങിയിരിക്കുന്ന പാപമില്ലാത്ത നീതി നിവസിക്കുന്ന ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമിയും ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടണമെങ്കിൽ നാം ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നാം ദൈവരാജ്യത്തിൻ്റെ പ്രജകളായി മാറണം. ഹല്ലേലൂയ. ഇന്ന് തന്നെ മാറണം. നമ്മൾ ആ മാറ്റത്തിൻ്റെ ഓരോ ചുവടുകളും നമ്മൾ വർദ്ധിച്ച് വരണം. തിരിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എവിടെ നിന്ന് എവിടെ വരെ എത്തിയെന്നോർത്ത് നമുക്ക് സന്തോഷിക്കാൻ കഴിയണം, ആനന്ദിക്കാൻ കഴിയണം. അതാണ് ദൈവരാജ്യം നമുക്ക് നൽകുന്ന ആ പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ ന്യായപ്രമാണത്തെ സംബന്ധിച്ച് ഏറ്റവും അറിവുള്ള ഒരുവൻ നിക്കോദേമോസ്, അവൻ വന്ന് രാത്രി ആരുമില്ലാത്ത നേരത്ത് കർത്താവിൻ്റെ അടുക്കൽ വന്ന്, ഗുരു, നീ വാസ്തവമായും ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവെന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ദൈവം കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ പ്രവൃത്തികൾ ചെയ്യാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു,
ആലടിയ ജഡത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യം കാണുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പറഞ്ഞ ആ ജഡത്താലും ജലത്താലും ആത്മാവിനാലും ഉള്ള ഒരു പുതിയ ജനനത്തെക്കുറിച്ച് അന്ന് വരെയും ആരും കേട്ടിരുന്നില്ല. നിക്കോദെമോസും കേട്ടിരുന്നുവെങ്കിൽ തീർച്ചയായും ഞാനത് ചെയ്യാമെന്ന് പറയുമായിരുന്നു. എന്നാൽ അവർ പറഞ്ഞത് അങ്ങനെയല്ല. ഒരുവന് ഒരു അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ചിട്ട് വീണ്ടും ജനിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. വീണ്ടും ജനനം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിലേക്കുള്ള സാൽവേഷൻ്റെ പ്രോസസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം സാൽവേഷൻ കേവലം ഹല്ലേലൂയ രക്ഷ എന്നുള്ളതിനെ നമ്മൾ വിവക്ഷിക്കുന്നത് എങ്ങനെയാണ്? നമ്മളൊരു വലിയൊരു കുഴിയുടെ മുമ്പിലേക്ക് പോവുക, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്തു ചെല്ലുമ്പോഴേക്കും തന്നെ ഒരു വണ്ടി ഇറച്ചു വന്നു, നമ്മൾ പുറകോട്ട് മാറിക്കഴിഞ്ഞാൽ അയ്യോ ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന രക്ഷയാണോ സാൽവേഷൻ? അല്ല. നമ്മളെ വണ്ടിക്കടി പോയതിന് ശേഷം വണ്ടിക്കടിയിൽ നിന്ന് പോറലേൽക്കാതെ ദൈവം പുറത്തു കൊണ്ടുവന്നതാണ് രക്ഷ. ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾക്കൊരു സംരക്ഷണമേ അവിടെ കിട്ടിയുള്ളെങ്കിൽ. എന്നാൽ പാപത്തിൽ സംബന്ധമായി മരിച്ച് ഒരു പ്രത്യാശയുമില്ലാതെ നരകത്തിലേക്ക് പോകാനുള്ള വണ്ടിയിൽ യാത്ര ചെയ്തിരുന്നു നമ്മളെ. സ്വർഗത്തിലെ ഉന്നതിയിൽ നിന്നും മഹത്വത്തിൽ നിന്നൊരുവൻ രാജാവായി, ഈ ലോകത്ത് രാജാവായി വാഴേണ്ടവൻ നമ്മിലൊരുവനെ പോലെ ദാസരൂപം എടുത്ത് വേഷത്തിൽ നമുക്ക് സമനായ ഒരു മനുഷ്യനായി തീർന്ന് ക്രൂശിലെ മരണത്തോളം നമ്മെ തന്നെ താഴ്ത്തിക്കൊണ്ട് ആലടിയ ഏറ്റവും ഹീന മനുഷ്യൻ അനുഭവിക്കേണ്ട മരണശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് നമ്മെ രക്ഷിച്ചതിനെയാണ് സാൽവേഷൻ എന്ന് പറയുന്നത്. കാരണം അത് ഒരപ്പന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പൻ തൻ്റെ മൂത്തമകനെ അയച്ച് ചെയ്യിക്കേണ്ട കാര്യമല്ല. അപ്പൻ തൻ്റെ സ്നേഹനിമിത്തം ചെയ്തൊരു കാര്യത്തെ ഹല്ലേലൂയ നാം വിലമതിക്കുന്നുവെങ്കിൽ, നമുക്ക് യഥാർത്ഥമായ ആ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമുക്കില്ലെങ്കിൽ, ദൈവം നമ്മുടെ പിതാവ് എന്ന് പറയുകയും യേശു നമ്മുടെ രക്ഷകനെന്ന് മറ്റൊരാളെക്കുറിച്ച് പറയുകയും ചെയ്യുന്ന ഏതൊരു പഠന വിഷയവുമായി ദൈവവചനത്തെ എപ്രകാരമൊക്കെ മനുഷ്യൻ സഭയുള്ള ഉപദേശപ്രകാരം മാറ്റി കോട്ടിത്തിരുത്തിയാലും നമുക്കറിയാം നമുക്കൊരു പിതാവേ ഉള്ളൂ, ഒരു ദൈവം അത്രയും നമ്മെ സൃഷ്ടിച്ചത്. ആ ഒരുവൻ തന്നെ മഹിമയിൽ നിന്ന് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി നമ്മൾ അടിപ്പെട്ടു പോയ മരണക്കുഴിയിൽ നിന്ന് നമ്മളെ വിടുവിച്ചു. അങ്ങനെ വിടുവിച്ച് നമ്മളെ രക്ഷിച്ചതുകൊണ്ട് ദൈവം നമ്മളുമായിട്ട് ഒരു രക്ഷയുടെ ഉടമ്പടി പുതുതാക്കി നൽകി. ആ പുതിയ ഉടമ്പടി നമുക്ക് നൽകുന്ന പ്രത്യാശയുടെ അനുഭവം ഈ ലോകത്തിരിക്കുമ്പോൾ തന്നെ നമ്മൾ അനുഭവിച്ചു തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ അതിൻ്റെ ഒരു ആസ്വാദനം ഇവിടെ കിട്ടാത്ത ആരും കർത്താവ് വരും, ഞാൻ പോകും എന്ന് പറഞ്ഞാൽ കർത്താവ് പറയും, ഓനെ നീ പറയുന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ, ഞാൻ കേട്ടിട്ടില്ല, ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് പറയാതിരിക്കേണ്ടതിന് നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനായ ദൈവമാണ്. അവൻ്റെ വിളിക്കൊത്തവണ്ണം വിശ്വസ്തയോടെ അവൻ്റെ വരവുകൾ നാം കാണപ്പെടേണ്ടതിന്, ആ പുതിയ രക്ഷയുടെ പുതിയ ഉടമ്പടിയുടെ അനുഭവത്തിൽ ജീവിക്കേണ്ടതിന് ദൈവം നമ്മെ നയിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവ് അതിനായി നമ്മളെ നിരന്തരം ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലൂടെ നമ്മെ സഞ്ചരിപ്പിക്കുമാറാകട്ടെ. അതിലെ മുത്തും പവിഴവും അലടിയ വിലയേറിയ കല്ലുകളും നമുക്ക് അനുഭവിക്കാൻ ആസ്വദിക്കുവാൻ ദൈവം തുറന്നു തരുമാറാകട്ടെ. ദൈവവചനത്തിൻ്റെ ധ്യാനവും പ്രാർത്ഥനയും സഭയാകുന്ന ദൈവത്തിൻ്റെ ശരീരത്തോടുള്ള കൂട്ടായ്മയുടെ അനുഭവത്തിലും ദൈവത്തോട് അവൻ്റെ കാൽവരി രക്തത്താൽ ഉടമ്പടിയാൽ ലഭിച്ച ദിവ്യ സമാധാനം മുഖാന്തരവും ഐക്യപ്പെട്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് ദൈവം നമ്മെ കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഇത് കേവലം കേട്ടുമറക്കാതെ ഇത് ഈ ആഴ്ചയിലുടനീളം നമ്മുടെ ധ്യാനമായി മാറുവാൻ ദൈവം നമ്മുടെ ഹൃദയവിദ്യകളിൽ ഇത് ആലേഖനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ അലടിയ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ നല്ല പിതാവേ, അവിടുത്തെ കാൽവരി ബലി ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് സഹിച്ച പാടുപീടുകൾ, ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ഈ ഭൂമിയിൽ അനുഭവിച്ച തിരസ്കരണം, നിന്ന അപമാനം, കാൽവരി ക്രൂശ്, ഭീകരമായ മരണം അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഇത്രമാത്രം സഹിച്ചുവെങ്കിൽ ഞങ്ങൾ അലടിയ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ദൈവമേ ഞങ്ങൾ മനുഷ്യരോട് കൈപ്പായിരിക്കുന്നത് ഞങ്ങൾ എന്ത് ന്യായീകരണം പറയും? പാപമില്ലാത്തവൻ ഞങ്ങൾക്ക് വേണ്ടി പാപമായി തീർന്ന് ഞങ്ങളെ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്നും നിത്യമരണത്തിൽ നിന്ന് രക്ഷിച്ചുവെങ്കിൽ ഞങ്ങളും കർത്താവ് പറയുന്ന പോലെ അന്യോന്യം ക്ഷമിക്കുവാനും അന്യോന്യം സ്നേഹിക്കുവാനും കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരിവർത്തനത്തെ ഞങ്ങൾ തിരിച്ചറിയുന്നത്. ഞങ്ങളുടെ എത്രമാത്രം മാറ്റം സംഭവിച്ചതെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നിടത്താണ്
ദൈവരാജ്യം സംബന്ധിച്ച് അത്രമാത്രം ഞങ്ങൾ ദൈവരാജ്യത്തോട് അടുത്തിരിക്കുന്നു നിങ്ങൾ അറിയുന്നത്. ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഇന്ന് ഈ മീറ്റിങ്ങിൽ സംബന്ധിച്ച ഓൺലൈനിലും ഓഫ്ലൈനിലും സംബന്ധിച്ച എല്ലാവരുടെ മേലും അവിടുത്തെ കൃപയും കാരുണ്യവും കടാക്ഷവും ഉണ്ടായിരിക്കണമേ. സോഷ്യൽ മീഡിയയിൽ ഈ വചനം കേൾക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. കേൾക്കുന്നത് അവർക്ക് വിശ്വാസമായി പരിണമിക്കുവാനും അതവരുടെ രക്ഷയ്ക്ക് കാരണമായി തീരുവാനും അങ്ങ് സഹായിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ കൃപയ്ക്ക് കീഴിൽ ഞങ്ങളെ ഭരമേൽപ്പിക്കുകയാണ്. ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾ, കുറവുകൾ, വീഴ്ചകൾ, അപരാധങ്ങൾ, ലംഘനങ്ങൾ അവിടുന്ന് പുറത്തു തരണമേ. ലംഘനം ക്ഷമിച്ചും പാപം പറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ, കർത്താവ് കുറ്റം കണക്കിടാതെ മനുഷ്യൻ ഭാഗ്യവാനെന്ന് ദാവീദിൻ്റെ ഭാഗ്യവർണ്ണനം പോലെ കർത്താവെ, ഞങ്ങളുടെ നിരവധിയായ പാപങ്ങളും ലംഘനങ്ങൾ അവിടുന്ന് ക്ഷമിച്ചു. ഞങ്ങളുടെ അകൃത്യങ്ങൾ അവിടുന്ന് കണക്കിട്ടില്ല. ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ, ഞങ്ങളെ വീണ്ടെടുക്കുവാൻ അവിടുന്ന് സന്നദ്ധനായിക്കൊണ്ട് അവിടുന്ന് സ്വർഗസിംഹാസനം വിട്ട് ഇറങ്ങി വന്നു. ഈ താണ ലോകത്ത് 33.5 വർഷം ജീവിച്ചു. ഈ ലോകത്തിൻ്റെ ദൈവമേ, സ്വന്തം ജനത്താൽ തിരസ്കരിക്കപ്പെട്ടും തള്ളപ്പെട്ടും ജാതികളകയിൽ ഏൽപ്പിക്കപ്പെട്ട് ക്രൂശിൽ തറച്ച് മരിച്ചിട്ട് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കല്ലറയെ തകർത്ത് റോമൻ ചക്രവർത്തിയുടെ മുദ്രയെ തകർത്തുകൊണ്ട് ജയഭേരി മുഴക്കിയ കർത്താവ് അവൻ്റെ മടങ്ങി വരവിൻ്റെ നാളുകൾ ഏറ്റവും ആസന്നമായിരിക്കുന്നത് ലോക സംഭവങ്ങൾ ഞങ്ങളോട് വിളിച്ചു പറയുമ്പോൾ കർത്താവെ, ഞങ്ങൾ ഒരുങ്ങുവാൻ, ഞങ്ങളെ തന്നെ തിരുവഴുത്തിന് മുമ്പാകെ പരിശോധിക്കുവാൻ, ഞങ്ങളുടെ കുറവുകളെ കണ്ടെത്തി തിരുത്തുവാൻ, ഞങ്ങൾ അന്യോന്യം സ്നേഹിക്കുവാൻ, സ്നേഹത്തിൽ ഒന്നിക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ഇന്ന് ഈ മീറ്റിങ്ങിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവെ, അവിടുത്തെ സമൃദ്ധിയായ ജീവനും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കണമേ. ഒന്നിനും മുട്ടില്ലാതെ സൂക്ഷിക്കണം. വിശ്വാസത്തിൽ ശക്തിപ്പെടുവാൻ ബലപ്പെടുത്തി അനുഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നിറയ്ക്കണം. വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് ദൈവസൽ കൂടും പറയും ഞങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ അന്യോന്യം മറ്റുള്ള ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ, പാപം എന്ന ഞങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുന്ന അധികാരിയെ ദൈവമേ ഞങ്ങൾ തോൽപ്പിച്ച് ദൈവമേ അതിന്മേൽ ജയം കൊണ്ടാടുവാൻ, അങ്ങനെ ഞങ്ങളെ വീണ്ടെടുത്ത കർത്താവിന് സ്വന്തമായി തീരേണ്ടതിന് ഹല്ലേലൂയ. കർത്താവേ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ വേറൊരുവനായ ക്രിസ്തുവിന് ഞങ്ങൾ പൂർണ്ണമായി ആയിത്തീരുന്ന നാളിനു വേണ്ടി ദൈവം ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസനിൽ സമർപ്പിക്കുകയാണ്. ഇത്രത്തോളം ദൈവം അതിശയകരമായി ഞങ്ങളെ നടത്തിയല്ലോ. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വചനത്തിനായിട്ട് സ്തോത്രം, കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം. ദൈവമേ, ലോകം ഇന്നും മനസ്സിലാക്കാത്ത ഏക സത്യദൈവമായി അങ്ങേ മനസ്സിലാക്കി ഗ്രഹിക്കുവാൻ ഞങ്ങളെ ദൈവം തെരഞ്ഞെടുത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വത്തിനും പുകഴ്ചയ്ക്കും ഇന്നും എന്നേക്ക് യോഗ്യൻ അങ്ങൊരുവൻ മാത്രമാകുന്നു ഞങ്ങൾ ഏറ്റുപറയുന്നു. അപ്പാ പിതാവേ, അവിടുത്തെ അതിശയമായ സാന്നിധ്യത്തിനായി സ്തോത്രം. തിരുസനിൽ താഴ്ത്തുന്നു. സകല മഹത്വവും പിതാവേ അവിടുത്തേക്ക് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കേൾക്കണമേ നല്ല പിതാവേ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നുകൂടെ ക്രിസ്തു യേശുവിൽ അവൻ്റെ പ്രത്യക്ഷതയോളം കാക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു മെസ്സിയ മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. പ്രൈസ് ദി ലോർഡ്.